ഞങ്ങൾ കേരളത്തിലെ എംപിമാർ അന്ന് തിരുവോണ ദിവസം പാലക്കാട് ഡിവിഷണൽ കൊമേഴ്സ്യൽ സൂപ്രണ്ട് ഓഫീസിന് മുമ്പിൽ രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ നിരാഹാരം ഇരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പാലക്കാട് ഡിവിഷന് മുമ്പിൽ സമരം സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെ നമ്മുടെ ഡിവിഷനെ മുറിച്ചുകൊണ്ടു പോകുന്ന യഥാർത്ഥ പ്രതികൾ അറിയും? ഉത്തരവാദപ്പെട്ടവർ എങ്ങനെയാണ് അത് അറിയുക? ഇത് ആദ്യമായിട്ടല്ല പാലക്കാട് ഡിവിഷനെ മുറിക്കുന്നത്. 2007 എനിക്ക് എൻ്റെ UDF എംപിമാരോട് പറയാനുള്ളത്, കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പാലക്കാട് ഡിവിഷനെ ആദ്യം മുറിച്ചത്. ലാലു പ്രസാദ് യാദവ് മന്ത്രിയായിരിക്കുന്ന സമയത്ത് ബജറ്റിൽ പ്രഖ്യാപിച്ചു കോച്ചി ഫാക്ടറി, പിന്നെ അത് PPP ആക്കി. ഇപ്പോൾ എനിക്ക് നൽകിയ മറുപടിയിൽ കേന്ദ്ര സർക്കാർ പറയാണ് കോച്ചി ഫാക്ടറി ഇല്ല, പക്ഷെ ആ സ്ഥലം ഞങ്ങൾ വിട്ടുതരില്ല, അത് ഞങ്ങൾ കയ്യിൽ വെക്കും. ഞാൻ വിചാരിച്ചു ഇത്രയൊക്കെ ഉണ്ടായപ്പോൾ, ഇത്രയൊരു മറുപടി വന്നപ്പോൾ കേരള സർക്കാർ പ്രതികരിക്കുമെന്ന്. ഒരു പ്രതികരണവും നടത്തിയില്ല. പാലക്കാട് സോൺ എന്ന സ്വപ്നവും കഞ്ചിക്കോട് കോച്ച് ഫാക്ടറിയും എല്ലാം പൊലിഞ്ഞു. ഇപ്പോഴിതാ പാലക്കാട് ഡിവിഷൻ കൂടി ശോഷിപ്പിക്കുകയാണ്. നേരത്തെ കോയമ്പത്തൂർ അടക്കം പാലക്കാടിന് നഷ്ടമായി. ഇപ്പോൾ ഉള്ളാൾ മുതൽ മംഗലാപുരം വരെയുള്ള ഭാഗങ്ങൾ കൂടി പാലക്കാട് ഡിവിഷൻ നഷ്ടമാകുന്നു. പക്ഷേ നേരത്തെ UPA കാലത്ത് തുടങ്ങിയ ചതി BJP കാലത്ത് പൂർത്തീകരിക്കുന്നുവെന്ന് മാത്രം. കേരളത്തിന് പാലൊഴുക്കാം തേനൊഴുക്കാം എന്ന് പല കാലത്തും മോദിയടക്കമുള്ളവർ പറഞ്ഞിട്ട് പോയത് മിച്ചം. കണ്ടില്ലേ, നവ വോട്ടർമാരെ സ്വാധീനിക്കാൻ VD സതീശൻ വാഹനങ്ങളുടെ മോഡിഫിക്കേഷൻ വാഗ്ദാനം. അതിന് കോടതിയിൽ ഇന്നും കൂടി തിരിച്ചടി നേരിട്ടു. നിയമം അറിയാത്തതല്ല, വോട്ടിന് വേണ്ടി എന്തും പറയാമെന്ന ഒരു കൂട്ടരുടെ വിചാരമാണ് ഇതിലേക്ക് നയിക്കുന്നത്. കേരള സർക്കാരും കേന്ദ്ര സർക്കാരും കേരളത്തെ ചതിക്കുന്നുവോ? ദില്ലിയിൽ പെയ്ത മഴയ്ക്ക് പാലക്കാട് കുടപിടിക്കുന്ന UDF എംപിമാരുടെ പ്രതിഷേധ സമരം എത്ര കണ്ട് സമഗ്രമാണ്? നമുക്ക് പരിശോധിക്കാം. നമ്മുടെ ചർച്ചയെ സമ്പന്നമാക്കുന്ന അതിഥികൾ: A. സമ്പത്ത്, CPIM പ്രതിനിധി; P. റംഷാദ്, കോൺഗ്രസ് വക്താവ്; A. സജീവൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ; ഒപ്പം M. ജാഫർകുട്ടി, റെയിൽവേ മുൻ ഉദ്യോഗസ്ഥൻ. ആദ്യം കോൺഗ്രസ് വക്താവ് ശ്രീ P. റംഷാദിലേക്ക്. റംഷാദ്, ഈ പാലക്കാട് ഡിവിഷനെ ശോഷിപ്പിക്കുന്ന BJP നിലപാട്, അതിൽ UPA കാലത്ത് മുതലേ ഉള്ള നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ, അതുകൂടി ഇപ്പോൾ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുകയാണ്. അല്ല, അതിനകത്ത് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് കേരളത്തോടുള്ള തികഞ്ഞ അവഗണനയും അങ്ങേയറ്റം പ്രതിഷേധാർഹമായിട്ടുള്ള ഒരു സമീപനവുമാണ്. കാരണം പാലക്കാട് ഡിവിഷൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മൈസൂർ ഡിവിഷനിലേക്ക് ലയിപ്പിക്കുവാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കുന്ന വിഷയമല്ല. UDFൻ്റെ മുഴുവൻ എംപിമാരും തിരുവോണ നാളിൽ ഈ വിഷയത്തിനെതിരെ സമരം സംഘടിപ്പിക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ബഹുമാന്യനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിക്കും റെയിൽവേ മന്ത്രിക്കും ഒക്കെ കത്ത് അയച്ചിട്ടുമുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് കേരളത്തോടുള്ള അവഗണനയാണ്. ഈ BJP ഗവൺമെൻറ് വന്നതിന് ശേഷം കേരളത്തോട് തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ അവഗണന ഇതൊരു പുതിയ വിഷയമല്ല. മറ്റ് പല വിഷയങ്ങളിലും നമ്മൾ നിരന്തരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ പാലക്കാട് ഡിവിഷനെ സംബന്ധിച്ചിടത്തോളം പുതിയ തീരുമാനപ്രകാരം കൃത്യമായിട്ടുള്ള വിജ്ഞാപനം വന്നിട്ടില്ല എങ്കിൽ പോലും വരാനിരിക്കുന്ന 2026 ഒക്ടോബർ 1 മുതൽ ഇത്തരത്തിലുള്ള ഒരു തീരുമാനം വന്നു കഴിഞ്ഞാൽ ഉള്ളാൾ തൊട്ട് മംഗലാപുരം വരെയുള്ള ഭാഗങ്ങൾ സൗത്ത് വെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈസൂർ ഡിവിഷൻ്റെ ഭാഗമായിട്ട് മാറാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ പനമ്പൂർ പോർട്ട് ഉൾപ്പെടെ നിലവിൽ പാലക്കാട് ഡിവിഷന് പ്രധാനപ്പെട്ട ഒരു 37 കോടിയോളം രൂപ, വർഷത്തിൽ 600 കോടിയോളം രൂപ വരുമാനം ലഭിക്കുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മുറിച്ചു മാറ്റി മൈസൂർ ഡിവിഷനിലേക്ക് ആക്കുവാനുള്ള BJPയുടെ ആസൂത്രിതമായ ശ്രമമാണ്. ഇത് ഒരു ഫെഡറൽ സംവിധാനത്തെ തകർക്കുന്ന സമീപനമാണ്. ഇത് അങ്ങേയറ്റം പ്രതിഷേധം ഉയരേണ്ട സംവിധാനമാണ്. അതുകൊണ്ട് തന്നെയാണ് UDFൻ്റെ എംപിമാർ ഈ വിഷയത്തിൽ പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് രാഷ്ട്രീയ പ്രതിബദ്ധത നിർവഹിക്കാൻ വേണ്ടി മുന്നോട്ട് പോകുന്നത്. തിരുവോണ നാളിൽ UDFൻ്റെ എംപിമാർ ഈ വിഷയത്തിൽ നിരാഹാര സമരം അനുഷ്ഠിക്കാൻ പോവുകയാണ്. ഏത് വിധേനയും ഈ നീക്കത്തെ ചെറുത്തു തോൽപ്പിക്കുവാനും നിയമപരമായും രാഷ്ട്രീയപരമായും മുന്നോട്ട് പോകുവാനും തന്നെയാണ് തീരുമാനം. ഇതിൽ UPA കാലത്ത് തുടങ്ങിയ ചതിയെ സംബന്ധിച്ചുള്ള രാഷ്ട്രീയ കേരളത്തിൻ്റെ വിമർശനങ്ങളോട് ശ്രീ റംഷാദ് പ്രതികരിച്ചില്ല.
അല്ല, ഞാൻ അതിലേക്കും കൂടെ വരാം. 2007 നവംബർ 1-നാണ് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ സേലം ഡിവിഷൻ രൂപീകരിക്കുന്നത്. അന്ന് പ്രധാനപ്പെട്ട ഒരു കാര്യം അങ്ങ് പറയുന്നത് ശരിയാണ്. പാലക്കാട് ഡിവിഷന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ വാസ്തവത്തിൽ കോയമ്പത്തൂർ, സേലം, ഈറോഡ്, തിരുപ്പൂർ അങ്ങനെയുള്ള പ്രധാനപ്പെട്ട വരുമാന മാർഗം ലഭിച്ചിരുന്ന മേഖലകളൊക്കെ സേലം ഡിവിഷനിലേക്ക് കൂട്ടിച്ചേർക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് അന്നത്തെ സാഹചര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതും പരിശോധിക്കേണ്ടതും ഇന്ന് രാഷ്ട്രീയ ലാക്കോടുകൂടെ മൈസൂരിലേക്ക് അല്ലെങ്കിൽ BJPയുടെ രാഷ്ട്രീയ അജണ്ട വരാനിരിക്കുന്ന കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൈസൂർ മേഖലയിൽ നിന്ന് കൂടുതൽ സീറ്റുകൾ നേടി BJPയെ അധികാരത്തിലേക്ക് എത്തിക്കുക എന്ന രാഷ്ട്രീയ ലാക്ക് വെച്ച് BJP ചെയ്യുന്നതിന് സമാനമായ രീതിയിൽ അതിനെ നമുക്ക് കാണാൻ സാധിക്കില്ല. അന്ന് കോൺഗ്രസും UPAയും ചെയ്തത് അനിവാര്യമായ, മറ്റൊരു തലത്തിൽ പറഞ്ഞാൽ അനിവാര്യമായ രീതിയിലുള്ള ഒരു സേലം ഡിവിഷൻ രൂപീകരിക്കലായിരുന്നു. ഇനി അതിന് CPM-നോ അല്ലെങ്കിൽ അത്തരത്തിൽ ചോദ്യം ചെയ്യാനുള്ള ധാർമ്മിക ഉത്തരവാദിത്വമൊന്നുമില്ല. കാരണം ഇപ്പൊ നിങ്ങൾ നോക്കൂ, തൊഴിലുറപ്പ് പദ്ധതി UPAയുടെ പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് തൊഴിലുറപ്പ് പദ്ധതി. ആ തൊഴിലുറപ്പ് പദ്ധതി ഒന്നാം UPA ഗവൺമെന്റ് നടപ്പിലാക്കി. അന്ന് CPM-ന്റെയും ഇടതുപക്ഷത്തിന്റെയും പിന്തുണ UPAക്ക് ഉണ്ടായിരുന്നു. അപ്പൊ പിന്നീട് UPA പ്രഖ്യാപിച്ച പിന്നീട് ഇംപ്ലിമെന്റ് ചെയ്ത ആ പദ്ധതിയുടെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ വേണ്ടി ഇടതുപക്ഷമാണ് ആ പദ്ധതി നടപ്പാക്കിയത്. ഇന്ന് എത്രയോ വട്ടം CPM-ന്റെ പ്രതിനിധികൾ തുടർച്ചയായിട്ട് പറയുന്നത് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. ഈ ബ്രിട്ടാസിന്റെ പാർട്ടി ഒക്കെ പറയുന്നത് നമ്മൾ നിരന്തരമായിട്ട് കേട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതേ ലോജിക്ക് വെച്ചിട്ടാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, 2007 UPA ഭരിക്കുന്ന സമയത്ത് ആരുടെ പിന്തുണയോടുകൂടിയാണ് ഭരിച്ചത്? CPM-ന്റെ പിന്തുണയോടുകൂടിയല്ലേ അന്ന് UPA ഗവൺമെന്റ് ഭരിച്ചത്? അന്ന് പാലക്കാടിന്റെ പ്രതിനിധിയായി MP രാജേഷ് ഉൾപ്പെടെയുള്ള ആളുകൾ ലോക്സഭയ്ക്കകത്ത് ഉണ്ടായിരുന്നില്ലേ? വലിയ സാമാന്യം തെറ്റല്ലാത്ത നമ്പർ അംഗങ്ങൾ CPM-ന് ഉണ്ടായിരുന്നില്ലേ? ബഹുമാന്യനായ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന അങ്ങനെയാണെങ്കിൽ ഒരു രാഷ്ട്രീയ ലാക്കോട് കൂടിയാണെങ്കിൽ അതിൽ എന്തെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, കോച്ച് ഫാക്ടറിയുടെ കാര്യത്തിലോ സേലം ഡിവിഷൻ രൂപീകരിക്കുന്നതിന്റെ കാര്യത്തിലോ എന്തെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം കേരളത്തിലെ CPM-ന് കൂടെ ഇല്ലേ? ഞാൻ തിരിച്ചു ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായും അതല്ല റംഷാദ്, ഈ ഒന്നാം UPA കാലത്ത് ഒരു മിനിമം പദ്ധതി പ്രകാരമാണ് പിന്തുണ ഉണ്ടായിരുന്നത്. അതുമാത്രമല്ല, ഈ വിഷയം അതിലേക്ക് കൂട്ടിക്കലർത്തിയാൽ തന്നെ ഈ പാലക്കാട്, അതായത് MP രാജേഷ് അടക്കമുള്ളവർ ഈ പാർലമെൻറ്റിൽ വളരെ ശക്തിയോടുകൂടി ഇതിനെതിരെ വിമർശനം ഉന്നയിച്ചതാണ്. മാത്രമല്ല, ഇപ്പോൾ ജോൺ ബ്രിട്ടാസ് MP പറഞ്ഞ കാര്യം നമ്മൾ ആ തുടക്കത്തിൽ തന്നെ കേൾപ്പിക്കുകയും ചെയ്തു. പല കാര്യങ്ങളിലും, അതായത് ലാലു പ്രസാദ് യാദവ് അടക്കം, ഇവിടെ കോച്ച് ഫാക്ടറി അടക്കമുള്ള വ്യക്തി മുൻകൂട്ടി ഇതിനു വേണ്ടി താല്പര്യം കാണിക്കുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങൾക്കായി കോൺഗ്രസ് ഇതൊക്കെ കേരളത്തിൻ്റെ താല്പര്യങ്ങളെ വെട്ടിവീഴ്ത്തുകയായിരുന്നു. ഈ കാര്യങ്ങളടക്കം ഇങ്ങനെ പല ഘട്ടങ്ങളുമുണ്ട്. അതുകൊണ്ട് ഈ UPA കാലത്ത് തുടങ്ങിയ ഈ ചതിയെ അത് പറഞ്ഞ് ന്യായീകരിക്കാനാണോ റംഷാദിന് സാധിക്കുക? അല്ല, നിങ്ങൾ ഇതിനകത്ത് പരിശോധിക്കേണ്ട വസ്തുത എന്ന് പറയുന്നത്, കേരളത്തോട് ഏതെങ്കിലും രീതിയിലുള്ള അവഗണന കോൺഗ്രസിന്റെ ഭരണകാലത്തോ ഒന്നാം UPAയുടെ സർക്കാരിന്റെ ഭാഗത്തോ ഉണ്ടായിട്ടില്ല. സേലം രാഷ്ട്രീയ മര്യാദയും അതിന്റെ അനിവാര്യതയും ഒക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അല്ല, ഇപ്പോൾ BJPയുടെ കാലത്ത് ഇപ്പൊ എയിംസിന്റെ കാര്യത്തിൽ എത്ര കാലമായി സാർ? നിങ്ങൾക്കറിയാമല്ലോ എന്ത് നേട്ടമാണ് കേരളത്തിന് ഒരു ഫെഡറൽ സംവിധാനം മുന്നോട്ട് വെക്കുമ്പോൾ കേരളത്തിന് ഏത് രീതിയിലുള്ള രാഷ്ട്രീയ നേട്ടങ്ങൾ അല്ലെങ്കിൽ ഇവിടുത്തെ വികസനവുമായി ബന്ധപ്പെട്ട് എന്ത് പ്രാതിനിധ്യമാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്? UPAയുടെ കാലത്ത് അങ്ങനെയായിരുന്നു. എത്രയോ കേന്ദ്ര പദ്ധതികൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടില്ലേ? എത്രയോ സ്ഥാപനങ്ങൾ ഉണ്ടായിട്ടില്ലേ? അപ്പോൾ അതിനെ നിങ്ങൾ കമ്പയർ ചെയ്യരുത്. മാത്രമല്ല, കേരളത്തോട് കാട്ടിയ ചതിയെ മറ്റൊരു ദിശയിൽ കാണണം. ഇപ്പോൾ അത് കൂടുതൽ സമഗ്രമായി പൂർത്തീകരിക്കുന്ന BJPയുടെ കാലത്തെ ചതികളെ മറ്റൊരു ദിശയിൽ കാണണം. ഇങ്ങനെയാണ് റംഷാദ് അതിനെ വിഭജിച്ച് കാണുന്നത്, അല്ലേ? കൊള്ളാം, പാലക്കാട് വിഭജനം കൊള്ളാം. അല്ലെ, ഞാൻ അങ്ങനെയല്ല വിഭജിച്ച് കാണുന്നത്. അങ്ങ് ആ രീതിയിലേക്ക് ആക്കരുത്. ഞാൻ പറഞ്ഞത് ഇപ്പോൾ BJP തുടരുന്നത് ഒരു ഫെഡറൽ സംവിധാനത്തെ തകർക്കുന്ന രീതിയിൽ കേരളത്തോടുള്ള തികഞ്ഞ അവഗണനയാണ്. അതിന് നിങ്ങൾ സംശയമില്ല. പക്ഷേ അത് തുടങ്ങി വെച്ചത് ആര് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ചർച്ചയാക്കുന്നത്. പിന്നെ
അല്ല, ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, കോൺഗ്രസിന് അങ്ങനെ ഒരു അജണ്ട ഇല്ലല്ലോ. കോൺഗ്രസിനോ UPA കാലത്തോ അങ്ങനെ ഒരു അജണ്ട ഉണ്ടായിരുന്നെങ്കിൽ എന്തിനാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ MP-മാരും ഏറ്റവും കൂടുതൽ ശക്തിയും ഉണ്ടായിരുന്ന ഒരു പാർട്ടിയല്ലേ UPA പിന്തുണ കൊടുത്തല്ലോ? അങ്ങനെയില്ല. പിന്നെ ശ്രീ ജോൺ ബ്രിട്ടാസിന്റെ സംഭാഷണം നിങ്ങൾ ആദ്യം കേൾപ്പിച്ചു. അങ്ങ് അവർ പറയുന്നത് ഇവിടെ പാലക്കാട് കോച്ച് ഫാക്ടറിയുടെ ഭാഗം നഷ്ടപ്പെടുമ്പോൾ ഇവിടെയാണോ സമരം ചെയ്യേണ്ടത്, ഡൽഹിയിൽ പോയിട്ടല്ലേ സമരം ചെയ്യേണ്ടത് എന്നാണ്. സമരം എന്ന് പറയുന്നത് ഒരു ആശയ പ്രചരണമല്ലേ സാർ? ആമസോൺ കാർഡുകളിൽ നശിക്കുന്നതിനെതിരെ DYFI സമരം നടത്തിയത് ആമസോൺ കാർഡുകളിൽ പോയിട്ടാണോ? അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം CPM കേന്ദ്രത്തിനെതിരെ സമരം നടത്തിയത് ഡൽഹിയിലെ മറ്റേ ഇന്ത്യ ഗേറ്റിന്റെ മുന്നിൽ പോയിട്ടാണോ? അങ്ങനെ നിങ്ങൾ സങ്കുചിതമായിട്ട് ചിന്തിക്കരുത്. ഇത് പാലക്കാട് എന്ന് പറയുന്നത് ഡിവിഷൻ ഭാഗികമായിട്ട് നഷ്ടപ്പെടുക എന്ന് പറയുന്നത് കേരളത്തിൽ അത് എവിടെ സംഘടിപ്പിച്ചാലും പാലക്കാട് കാട്ടിയതിന്റെ രാഷ്ട്രീയ ചതി, രാഷ്ട്രീയ താല്പര്യം മോദിയുടെ ദില്ലിയിൽ നിന്നാണ് തുടങ്ങിയത്. ആ പ്രതികൾ ഇതെങ്ങനെ അറിയും? നിങ്ങൾ ഇവിടെ പ്രതിഷേധം നടത്തിയാൽ ഇവിടെ നടത്തിക്കോളൂ, ഒപ്പം നിങ്ങൾക്ക് ദില്ലിയിൽ കൂടി നടത്തേണ്ടേ എന്ന ക്രിയാത്മകമായ ചോദ്യമാണ് ശ്രീ ജോൺ ബ്രിട്ടാസ് മുമ്പോട്ട് വെച്ചത്. അതുകൊണ്ട് സമരത്തെ പ്രതീകാത്മകമായി മാത്രം ഒതുക്കരുത്. സമരം പ്രതീകാത്മകം മാത്രമല്ല റംഷാദ്. കാരണം ആമസോൺ കാർഡുകളിലെ അഗ്നിബാധയല്ല ഇവിടുത്തെ വിഷയം, ഇത് ഇന്ത്യയിലെ അഗ്നിബാധയാണ്. ശ്രീ ജോൺ ബ്രിട്ടാസിന്റെ ചോദ്യത്തിന്റെ അന്തസത്തയെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ ഒരു വിഷയത്തിൽ നമ്മൾ പ്രതിഷേധം സംഘടിപ്പിക്കുക എന്ന് പറയുമ്പോൾ ആശയ പ്രചരണമല്ലേ സാർ? അത് അവിടെ തന്നെ പോയി നടത്തണമെന്ന് നിങ്ങൾ വാശി പിടിക്കുകയാണെങ്കിൽ CPM കേരളത്തിൽ സമരം നടത്താറില്ലേ? ഇല്ലല്ലോ. കേരളത്തിന്റെ ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രി കത്ത് കൊടുത്തല്ലോ. ഇനി വരും ദിവസങ്ങളിൽ ഇത് ഒന്നാം ഘട്ട സമരമല്ലേ സാർ? ഒന്നാം ഘട്ട സമരമല്ലേ ഇവിടെ പ്രഖ്യാപിച്ചത്? വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ പിന്മാറ്റം ഉണ്ടായില്ല എങ്കിൽ സമരം തുടരുമല്ലോ. അങ്ങനെയല്ലേ? ചതിയുടെ ഒന്നാം ഘട്ടമല്ല ഇത്, സമരത്തിന്റെ മാത്രം ഞാൻ തിരിച്ചെത്താം. സമ്പത്ത്, അതായത് ഇത്രയൊക്കെ ചെയ്തില്ലേ? മുഖ്യമന്ത്രി കത്ത് കൊടുത്തു, ഇതാ പാലക്കാട് ഡിവിഷന് മുമ്പിൽ പ്രതിഷേധവുമായി UDF MP-മാർ പോകുന്നു, ഇത്രയൊക്കെ ചെയ്തില്ലേ? പിന്നെന്താണ് പ്രശ്നം? ഈ കാര്യത്തെ ഇങ്ങനെ ഐസ്ബർഗിന്റെ അറ്റം കാണുന്ന പോലെ കണ്ടാൽ മതിയോ ശ്രീ സമ്പത്ത്? അതെ, നമ്മുടെ പ്രിയപ്പെട്ട റംഷാദ് കോൺഗ്രസിൻ്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളോട് യോജിച്ചുകൊണ്ട് തന്നെ അതിൽ ചില വിയോജിപ്പുകളും ഒപ്പം ചില വ്യക്തതകളും ഞാനിവിടെ ബോധ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. പറയൂ, അക്കമിട്ട് പറയൂ. ഒന്നാമത്തെ കാര്യം, ഇന്ത്യയിൽ ആദ്യമായി ഈ കേരളത്തിന് ഒരു പ്രത്യേക റെയിൽവേ സോൺ വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിൽ LDFൻ്റെ ഗവൺമെൻറ് VK നായനാരുടെ ഗവൺമെൻറ് അധികാരത്തിലിരിക്കുമ്പോൾ 1996 ആവശ്യം ഉന്നയിക്കുന്നത്. ആ ഗവൺമെൻറ്റാണ് കണ്ണൂർ വിമാനത്താവളത്തിന് വേണ്ടിയും ആവശ്യം ഉന്നയിക്കുന്നത്. ഞാൻ 1996-97 ഡിസംബർ വരെയുള്ള വളരെ ഹ്രസ്വമായ ഒരു കാലം, വെൻ ദ ഇൻസ്റ്റബിലിറ്റി വാസ് ദ റൂൾ എന്ന് പറയുന്നത് പോലെ, ദേവഗൗഡയുടെ പ്രധാനമന്ത്രിയായി 10 മാസക്കാലം 8 മാസക്കാലം ഗുജറാളിൻ്റേത് ആ ഗവൺമെൻറ്റിനെ അട്ടിമറിക്കുന്നതിൽ കോൺഗ്രസ് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഞാൻ അന്ന് ലോക്സഭാംഗമാണ്. ലോക്സഭയിൽ കേരളത്തിന് റെയിൽവേ സോൺ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ആ പ്രമേയം അവതരിപ്പിച്ചത് ഞാനാണ്. എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഈ കാര്യത്തെ സംബന്ധിച്ച്. വെരി ഗുഡ്. ആ റെയിൽവേ സോൺ കേരളത്തിന് നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിലെ MP-മാരെ അവരുടെ കക്ഷി രാഷ്ട്രീയത്തിനപ്പുറമായി, ഇന്ന് LDFും UDFും ഏതാണ്ട് തുല്യമാണ്, അങ്ങനെ ഏതാണ്ട് എല്ലാവരും ഒപ്പിട്ടുകൊണ്ട് അന്നത്തെ റെയിൽവേ മന്ത്രിക്ക് നിവേദനം നൽകി. അന്നത്തെ റെയിൽവേ മന്ത്രിയുടെ പേര് റാം വിലാസ് പാസ്വാൻ എന്നാണ്. ശ്രീ പാസ്വാൻ്റെ, യശസ്വരീയനായ ശ്രീ പാസ്വാൻ്റെ വളരെ പ്രസിദ്ധമായ ഒരു വാചകമുണ്ട്: ഇഫ് there is a will, there will be a railway. If there is no will, there will be a survey. അങ്കമാലി ശബരി റെയിൽപാതയ്ക്ക് വേണ്ടിയുള്ള തുടക്കം കുറിക്കുന്നതിന് അതിനു വേണ്ടിയുള്ള ആവശ്യം ഉന്നയിക്കുന്നതും അന്ന് സഖാവ് നയനാർ ഗവൺമെൻറ്റിൻ്റെ കാലത്താണ്. ഇപ്പോഴും അത് സാക്ഷാത്കരിച്ചിട്ടില്ല. കേരളം പകുതിപ്പണം ചെലവഴിച്ചാൽ അതിനെപ്പറ്റിയുള്ള കാര്യം ആലോചിക്കാം എന്ന് ഇന്ത്യ ഗവൺമെൻറ് പറയുമ്പോൾ, ഇതിനിടയിൽ മാറി വന്ന കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റുകൾ, ഒന്നാം UPA സർക്കാർ അധികാരത്തിൽ വന്നു, ഒറ്റയ്ക്ക് കോൺഗ്രസിന് ഭൂരിപക്ഷമില്ല. അന്തരിച്ചുപോയ CPMൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന സീതാറാം യെച്ചൂരിയുടെ നേതൃത്വത്തിലാണ് പൊതു മിനിമം പരിപാടി എഴുതി ഉണ്ടാക്കുന്നത്. ശ്രീ ജയറാം രമേശ് അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്.
സീതാറാം യെച്ചൂരിയുടെ CPIMൻ്റെ നിർബന്ധപ്രകാരമാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 2 നിയമങ്ങൾ അത് നടപ്പാക്കപ്പെടുന്നത്. ഒന്ന് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, മറ്റൊന്ന് വിവരാവകാശ നിയമം. അത് ഇടതുപക്ഷത്തിൻ്റെ നിർബന്ധം കൊണ്ടാണ് ഈ പറയുന്ന പൊതു മിനിമം പരിപാടിയിൽ, കോമൺ മിനിമം പരിപാടിയിൽ എഴുതി ചേർത്തത്. ആ കോമൺ മിനിമം പ്രോഗ്രാമിനാണ് പിന്തുണ നൽകിക്കൊണ്ട് 1ാം UPA സർക്കാരിന് വന്നത്. ഇടതുപക്ഷം ഇല്ലാത്തത് കൊണ്ട് ഈ ശല്യമില്ല എന്നതായിരുന്നു അവരുടെ നിലപാട്. ഇനി തീരുന്നില്ല. 1ാം UPA സർക്കാരിൻ്റെ കാലത്തൊരു റെയിൽവേ സഹമന്ത്രി ഉണ്ടായിരുന്നു. പേര് വേലു എന്നായിരുന്നു. കേരളീയർ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടിരുന്നതായ ഒരു വിളിപ്പേരുണ്ടായിരുന്നു, ഓമന പേര്. അത് സേലം ഡിവിഷൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് പാലക്കാടിന് ചതിവുണ്ടായപ്പോൾ പറഞ്ഞത് കേരളത്തെ വേല വയ്ക്കുന്ന വേലു എന്നായിരുന്നു. അന്ന് കേട്ട കാര്യങ്ങളാണ് ഈ പറയുന്നതല്ല. അദ്ദേഹം അടുത്ത തെരഞ്ഞെടുപ്പിൽ ഗംഭീര വിജയമാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ അടുത്ത തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം നീറ്റായി തോറ്റു. വേലു സ്വന്തം നാട്ടിൽ തന്നെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. ഇവിടെ ഇപ്പോൾ കേരളത്തെ വഞ്ചിച്ചുകൊണ്ട് BJP ഇത്തരത്തിൽ അങ്ങനെ അപ്പുറം കർണാടകത്തെ കണ്ടുകൊണ്ടാണ് എങ്കിൽ ഇത് കർണാടകത്തിലും കേരളത്തിലും മാത്രമല്ല, BJPക്ക് ഇത് ദേശവ്യാപകമായി ഇത് വാസ്തവത്തിൽ അവർക്ക് മറുപടി പറഞ്ഞേ മതിയാകൂ. എന്തുകൊണ്ടെന്ന് പറയാം. ഞാൻ 1 മിനിറ്റ് കൂടിയേ എടുക്കുന്നുള്ളൂ. ഇന്ത്യയിൽ ഈ റെയിൽവേക്ക് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്നത് ഫ്രൈറ്റ് ചരക്ക് ഗതാഗതത്തിൽ കൂടിയാണ്. ഇവിടെ ഇപ്പോൾ പാലക്കാട് നിന്ന് ഇത് വിഭജിച്ച് മൈസൂർ ഡിവിഷനിലേക്കെല്ലാം പോകുമ്പോൾ പാലക്കാടിൻ്റെ റവന്യൂവിൽ, അവരുടെ ഈ ഫ്രൈറ്റ് റവന്യൂവിൽ, ചരക്ക് ഗതാഗതത്തിൽ 60% നഷ്ടമുണ്ടാവും. ഇനി നമ്മുടേതായിട്ടുള്ള പാസഞ്ചർ റവന്യൂവിനെ സംബന്ധിച്ച് നോക്കുക. പാസഞ്ചർ റവന്യൂവിൽ ഈ ചെന്നൈ ആസ്ഥാനമായിട്ടുള്ള അവിടെയാണ് ഇപ്പോൾ സോൺ, കേരളത്തിന് നൽകിയിട്ടില്ല. തിരുവനന്തപുരവും അതുപോലെ തന്നെ പാലക്കാടും അപ്പുറത്ത് കൊങ്കൺ റെയിൽവേയുടെ ഒരു ഭാഗവും കൂടി ചേർത്തുകൊണ്ട് 3 റെയിൽവേ ഡിവിഷനുകൾ ഉണ്ടെങ്കിൽ ഒരു സോൺ എന്നുള്ളതാണ് ഇന്ത്യയുടെ റെയിൽവേ ബോർഡിൻ്റേതായിട്ടുള്ള നിശ്ചയം. അവരെ ഇത് എല്ലാം പൊളിറ്റിക്കൽ ബോസസിൻ്റെ ട്യൂൺസിനനുസരിച്ചാണ് അവർ നൃത്തം ചെയ്യാറുള്ളത്. ഇവിടെ പലപ്പോഴും പുതിയ സോണുകൾ വന്നിട്ടുണ്ട്. കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും ദീർഘയാത്ര ചെയ്യുന്നവരുടെ ആവശ്യങ്ങളും കണക്കിലെടുക്കണമെങ്കിൽ കേരളം ആസ്ഥാനമായി ഒരു സോൺ ഉണ്ടായാൽ മതിയാവും. ചെന്നൈയിലുള്ള സോണ് അവരുടേതായിട്ടുള്ള ഏറ്റവും ഒടുവിലത്തെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കണക്കാണ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് അവർക്ക് ഈ ടോട്ടൽ ഒറിജിനേറ്റിംഗ് റവന്യൂ എന്നുള്ളത് അതിൽ 8.84% വർധനവുണ്ടായിട്ടുണ്ട്. പാസഞ്ചർ റവന്യൂ എന്നുള്ളത് 8,271.47 കോടി രൂപ ചെന്നൈയിലെ ഈ പറയുന്ന സൗത്ത് സോൺ റെയിൽവേക്ക് ലഭിക്കുമ്പോൾ ഇന്ത്യയിൽ ഇതിൻ്റെ വളർച്ചയിൽ 1ാം റാങ്കിൽ നിൽക്കുന്നത് തെക്കേ ഇന്ത്യയാണ് എന്നുകൂടി ഓർക്കണം. അതിൽ തന്നെ ഈ പറയുന്ന ഏറ്റവും കൂടുതൽ കളക്ഷനുള്ള ഏതാണ്ടൊരു 8 സ്റ്റേഷനുകൾ കേരളത്തിലെ സ്റ്റേഷനുകളാണ്. കേരളത്തോട് അവഗണന കാണിക്കുന്നു എന്നുള്ളതിൽ ഞാനിപ്പോൾ കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ചെയ്തിട്ടുള്ള കാര്യത്തെക്കുറിച്ചൊന്നും ഇനിയിപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല. ഇപ്പോൾ BJPയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റാണല്ലോ. 2014 ലോക്സഭയുടെ കാലാവധി കഴിഞ്ഞ് അടുത്ത് 2019 കാലാവധി, മോദി സർക്കാരിൻ്റെ 1ാമത്തെ കാലാവധി കഴിയുകയാണ്. അപ്പോൾ 2019 തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനായി മണിക്കൂറുകൾ മാത്രം അവശേഷിച്ചിരിക്കുന്ന സമയം. അപ്പോഴേക്കും ഇന്ത്യയുടെ റെയിൽവേ വകുപ്പ് മന്ത്രി അദ്ദേഹം ഓൺലൈനിൽ വീഡിയോ കോൺഫറൻസിങ്ങിൽ കൂടി ഒരുപാട് പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം സൗത്ത് എന്ന് പുനർനാമകരണം നടത്തി എന്നുള്ളതല്ലാതെ നേമത്ത്, അത് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാട്ടാക്കട നിയമസഭാ മണ്ഡലത്തിലാണ്. പഴയ സ്വാതന്ത്ര്യ സമര സേനാനികളായിരുന്നിട്ടുള്ള തിരുവനന്തപുരത്തിൻ്റെ പഴയ പാർലമെൻ്റ് അംഗവും MLAയുമായിരുന്ന സോഷ്യലിസ്റ്റ് നേതാവ് വിശ്വംഭരൻ സാറും അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന സഖാവ് പള്ളിച്ചൽ സദാശിവനും അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് CPIM നേതാവുമായിരുന്ന സഖാവ് ഫക്കീർ ഖാനുമെല്ലാം നിരന്തരം നടത്തിയിട്ടുള്ള പരിശ്രമങ്ങളെ തുടർന്നാണ് ആ റെയിൽവേ സ്റ്റേഷൻ അങ്ങനെ വരുന്നത്. ഈ പറയുന്നത് നമുക്കവിടെ ഒരു മാർഷലിംഗ് യാർഡ് ഉൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങൾ. ഇവിടെ റെയിൽവേ മന്ത്രിയുടെ പ്രഖ്യാപനം കേട്ടപ്പോൾ BJP നേതാക്കളെ പോലെ അവർ തന്നെ അത്ഭുത പരതന്ത്രരായി. ഒരു കാര്യവും അവിടെ നടന്നിട്ടില്ല. ഒരു കല്ല് പോലും പുതുതായി എടുത്തു വെച്ചിട്ടില്ല. ഒരു പാളം പോലും പുതുതായി എടുത്തു വെച്ചിട്ടില്ല. ഇപ്പോൾ ഇതിനെപ്പറ്റി ചർച്ച ചെയ്യണമെങ്കിൽ ഇന്ത്യയുടെ പാർലമെൻറ്റിൽ റെയിൽവേ ബഡ്ജറ്റ് തന്നെ ഇല്ല. 93 കൊല്ലക്കാലത്തെ ചരിത്രമുള്ള ഇന്ത്യയുടെ റെയിൽവേ ബഡ്ജറ്റ് ചൂളം വിളിച്ചുകൊണ്ട് എങ്ങോട്ടേക്കോ അപ്രത്യക്ഷമായി, സിംപ്ലി വാനിഷ്ഡ് ആണത്. ഈ പറയുന്നത് റെയിൽവേ ബഡ്ജറ്റ് ഇല്ല എങ്കിൽ നിങ്ങളൊരു ചർച്ച നടത്തില്ല, പത്രങ്ങളിൽ ആരും എഴുതില്ല. റെയിൽവേ ബഡ്ജറ്റിനെ സംബന്ധിച്ച് വൈകുന്നേരമുള്ള അന്തിച്ചർച്ചകളെന്ന് പലരും പറയുന്നത് ഉണ്ടാവില്ല. അതിനെ സംബന്ധിച്ചുള്ള വിലയിരുത്തലുകൾ ആരും നടത്തില്ല. ഒരു യാത്രക്കാർക്കും പിന്നെ ഈ പറയുന്നതിന് ഒരു വേദിയുമില്ല. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ധനകാര്യമന്ത്രി അവതരിപ്പിക്കുന്നതായിട്ടുള്ള പൊതു ബഡ്ജറ്റിൽ, ആ പൊതു ബഡ്ജറ്റിൽ 2.5 മിനിറ്റ് പരമാവധി ലോകത്തിലെ ഏറ്റവും വലിയ റെയിൽവേ നെറ്റ്വർക്കുകളിൽ ഒന്നായിട്ടുള്ള ഇന്ത്യൻ റെയിൽവേക്ക് നൽകുന്നു എന്ന് പറയുമ്പോൾ ഇന്ത്യൻ റെയിൽവേ എന്നത് ഒരു സമാന്തര സാമ്രാജ്യമായി അത്തരത്തിൽ മിനിസ്ട്രി ഓഫ് റെയിൽവേസിൻ്റെ കീഴിൽ ജനങ്ങൾക്ക് ഇടപെടാൻ കഴിയാത്ത നിലയിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കണം. കേരളം
ഇന്ത്യൻ റെയിൽവേയുടെ ഭൂപടത്തിൽ പുറമ്പോക്കിലെ അവറാനായി തുടരുകയാണ് എന്നത് നിർഭാഗ്യകരമായ കാര്യമാണ്. ഇതിനെതിരായിട്ടുള്ള പോരാട്ടം നടത്തുക തന്നെ വേണം. അത് കേരളത്തിൽ മാത്രമായിട്ട് നടത്തിയതൊരു പോരാട്ടമായി ചുരുക്കേണ്ടതില്ല. ഓർമ്മയുണ്ടല്ലോ, കേരളത്തിൽ നിന്നുള്ള പാർലമെന്റ് അംഗങ്ങൾ റെയിൽ ഭവന് മുമ്പിൽ അത്തരത്തിൽ കുത്തിയിരുന്ന് സത്യാഗ്രഹം നടത്തിയപ്പോൾ കേരളത്തിൻ്റെ അന്നത്തെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ അവിടേക്ക് കടന്നു വരികയും ആ പാർലമെന്റ് അംഗങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയും അന്ന് വൈകുന്നേരം ഇന്ത്യയുടെ റെയിൽവേ മന്ത്രി ഈ പാർലമെന്റ് അംഗങ്ങളെ ചർച്ചയ്ക്ക് വിളിക്കുകയും കുറേ വിഷയം പരിഹരിക്കപ്പെടാനും കഴിഞ്ഞത്. എത്തേണ്ടിടത്ത് എത്തണം, കൊള്ളേണ്ടിടത്ത് കൊള്ളണം, കേൾക്കേണ്ടിടത്ത് അത് എത്തിക്കാനായി കഴിയണം. നമ്മുടെ ആത്മസംതൃപ്തിക്ക് വേണ്ടി മാത്രമാകരുത് നമ്മുടെ സമരങ്ങളും പ്രക്ഷോഭങ്ങളുമല്ല. തീർച്ചയായും. ശ്രീ എ സജീവൻ, ഈ പാലക്കാട് ഡിവിഷന് മുമ്പിൽ പ്രതീകാത്മകമായി ഒരു സമരം ചെയ്യുന്നതിൽ എന്താണ് കുഴപ്പം? അതാണ് റംഷാദ് ചോദിച്ചതിലെ പ്രധാന രാഷ്ട്രീയ ചോദ്യം. ഒരു കുഴപ്പമില്ല, പ്രതീകാത്മകമായിട്ട് മാത്രം ഇത് നടത്തിയാൽ മതി. കാരണം ഞങ്ങളും ഒരു നാളികേരം ഉടച്ചു എന്ന് വരുത്തണമെങ്കിൽ അങ്ങനെയാവാം. അത് പ്രതീകാത്മകമായിട്ടൊരു മറുപടി കിട്ടണം. അതിന് തീരുമാനത്തിലേക്കല്ലല്ലോ, നമ്മൾ പ്രതീകാത്മകമായിട്ട് പ്രതികരിച്ചിരിക്കുന്നു എന്ന് പറയണമെങ്കിൽ നടത്താം. ഇവിടെ CJPയുടെ പ്രക്ഷോഭം ഉണ്ടായിരുന്നല്ലോ. ഈ പറയുന്ന യുവാക്കൾക്ക് വേണമെങ്കിൽ അവരുടെ നാട്ടിലോ വീട്ടിലോ ഒക്കെ ഒരു ധർണ നടത്താം. ഏതെങ്കിലും ഒരു കേന്ദ്ര സർക്കാർ ഓഫീസിന് മുമ്പിൽ ധർണ നടത്തിയിട്ട് അവർക്ക് പ്രതീകാത്മകമായിട്ട് പ്രതികരിക്കാമായിരുന്നു. അപ്പോൾ ഉണ്ടാകുന്ന കാര്യം എന്ന് പറയുന്നത് അതിന് പരിഹാരം ഉണ്ടാവില്ല. പരിഹാരമുണ്ടപ്പോൾ ജന്തർ മന്ദറിൽ അവരിരുന്നു, എന്നിട്ട് പോലും പരിഹാരം ഇല്ലാതായപ്പോഴാണ്, അതായത് പ്രധാനമന്ത്രിയൊക്കെ ഉള്ളതിന് മൂക്കിന് താഴെ എന്ന് പറയുന്ന സ്ഥലത്താണ് അവർ ഇത്രയും കുറെ ദിവസത്തോളം ഈ പ്രക്ഷോഭം നടത്തി. എന്നിട്ടും പരിഹാരം ഇരുന്നപ്പോഴാണ് അവർ നേരെ പാർലമെന്റിന് നേരെ പോയത്. അതാണ് വേണ്ടത്. കാരണം പരിഹാരത്തിന് വേണ്ടിയിട്ട് ആണെങ്കിൽ പ്രതീകാത്മകത എന്നൊരു വാക്ക് നമ്മൾ പറയില്ല. പ്രതീകാത്മകമായിട്ടല്ല ചെയ്യേണ്ടത്. ഒന്നാമത്തേത് MP മാരെല്ലാവരും അവർ ഡൽഹി കാണാത്ത ആളുകളില്ല. MP എന്ന് പറഞ്ഞാൽ അവിടെ പ്രവർത്തിക്കേണ്ട ആളുകളാണല്ലോ. അവർക്ക് അവിടെ വെച്ച് ഓണത്തിനോ ഏത് ദിവസം വേണമെങ്കിലും അവിടെ ഇതേപോലെ തന്നെ ശക്തമായ രീതിയിൽ പ്രക്ഷോഭം നടത്താം. അത് വെറുതെ പ്രതീകാത്മകമായ ധർണ നടത്തിയിട്ട് ഒരു 3-4 മണിക്കൂർ ഇരുന്ന് വെയിൽ ചൂടാവുന്നതിന് മുമ്പ് പോരുന്ന പരിപാടിയല്ല വേണ്ടത്. ഇത് കേരളത്തോടു കൂടി ഉള്ള കടുത്ത അവഗണനയാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഈ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ലാത്ത വാക്ക്, പ്രതികരിക്കാൻ തയ്യാറുള്ള ആളുകൾ, പ്രക്ഷോഭത്തിന് തയ്യാറുള്ള ആളുകൾ ഉപയോഗിക്കാൻ പാടില്ലാത്ത വാക്കാണ് പ്രതീകാത്മകത എന്ന് പറയുന്നത്. ഞങ്ങളും ചെയ്തു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഞങ്ങളും ഒരു തേങ്ങ ഉടച്ചു എന്ന് വരുത്താനാണ് എങ്കിൽ ഒരു മറുപടിയുമില്ല. അതങ്ങനെ ചെയ്ത് സംതൃപ്തി അടയാം. പത്രങ്ങളിലൊക്കെ പടം വരും, ചാനലുകളിലൊക്കെ അതിനെക്കുറിച്ചുള്ള വാർത്ത വരും, ദൃശ്യങ്ങൾ വരും, ഇതൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് നമ്മുടെ കേരളത്തിൽ എന്ത് മെച്ചമാണ് ഉണ്ടാവുക? ഒന്നാമത്തേത്, നമ്മൾ നേരിട്ട് പ്രധാനമന്ത്രിയുടെ വീട്ടിന് മുന്നിൽ പ്രക്ഷോഭം നടത്തിയാൽ പോലും ഇളകാത്ത മനസ്സുള്ള ആളാണ് ഇപ്പോഴത്തെ പ്രധാനമന്ത്രി. റെയിൽവേ വകുപ്പ് മന്ത്രിയുടെ അടുത്ത് പോയിട്ട് പോലും കാര്യമില്ല. കാരണം ഈ സർക്കാർ അവർ തീരുമാനിച്ചതിനപ്പുറത്തേക്ക് പോവില്ല എന്ന് എത്രയോ തവണ കാണിച്ചിട്ടുള്ളതാണ്. ഇപ്പൊ ഏറ്റവും ഒടുവിലായിട്ട് ഇപ്പം CJPയുടെ സമരം പോലും അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ ചില വാഗ്ദാനങ്ങൾ കൊടുത്തു. അതുപോലും നിറവേറ്റാത്തതിന്റെ പേരിൽ അവർ വീണ്ടും പ്രക്ഷോഭത്തിലേക്ക് പോകാൻ പോവുകയാണ്. അപ്പൊ നമ്മളിവിടെ പ്രതീകാത്മകമായിട്ട് പ്രധാനമന്ത്രി പത്രം വായിക്കുക, അല്ലെങ്കിൽ പ്രധാനമന്ത്രി ദൃശ്യങ്ങൾ ചാനലുകളിൽ കാണും എന്നാൽ അദ്ദേഹത്തിന്റെ മനസ്സ് മാറും എന്ന് വിചാരിച്ചിട്ട് കാര്യമുണ്ടോ? ഇത് ശക്തമായ നമുക്ക് കരഞ്ഞാൽ മാത്രമേ, അല്ലെങ്കിൽ നമ്മൾ അതിനു വേണ്ടി മെനക്കെട്ടാൽ മാത്രമേ, ഇവിടെ പറഞ്ഞ പോലെ നമുക്കൊരു താല്പര്യമുണ്ടെങ്കിൽ മാത്രമാണ് അത് പരിഹാരം ഉണ്ടാവുക. താല്പര്യം കാണിക്കേണ്ട പ്രതീകാത്മകം ആയിട്ടല്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇത് പറയുമ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് നമുക്ക് ഈ പാലക്കാട് ഡിവിഷൻ ഇങ്ങനെ മുറിച്ചു മാറ്റപ്പെടുന്ന ഒരവസ്ഥ. സേലം മുറിച്ചു മാറ്റിയപ്പോൾ ഇങ്ങനെ ആയിരുന്നില്ല എന്ന് പറഞ്ഞു. എനിക്ക് മനസ്സിലായില്ല എൻ്റെ അർത്ഥം. അതായത് സേലം മുറിച്ചു മാറ്റുമ്പോൾ ഇതേപോലെ തന്നെ കുറെ വരുമാനമുള്ള ഭാഗങ്ങളൊക്കെ പോവുകയാണല്ലോ ഇതില്. അതിന്റെ അനിവാര്യത എന്തായിരുന്നു ഉള്ള കാര്യം. അത് എന്റെ കുതിരയല്ല, എന്റെ വയറ്റിലുള്ള കുതിരയല്ലെന്ന് ജഗതി പറയുന്നത് പോലെ ഒരു കഥാപാത്രം. അല്ല, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. വേലുവിന് സ്വന്തം നാട്ടിലേക്ക് ഇങ്ങനെ ഒരു ഡിവിഷൻ കൊണ്ടുവരണം എന്നുള്ളതുകൊണ്ടാണ് അതിനെ തടഞ്ഞുകൊണ്ട് അത് പറ്റില്ല എന്ന് പറയാൻ കോൺഗ്രസിന് പറ്റിയിട്ടില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും അത് സേലം ഡിവിഷൻ മുറിച്ചു മാറ്റുമ്പോൾ ഉണ്ടായ അതേ കാര്യം തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഈ മൈസൂർ ഡിവിഷന്റെ ഭാഗമായിട്ട് ഈ മംഗലാപുരവും മറ്റും പോകുന്നത്.
അപ്പോൾ അതിന് ആ സമയത്ത് അത് പറയുമ്പോൾ നമ്മളായിരുന്നു, ഇപ്പം കോൺഗ്രസ് ആണല്ലോ ഏറ്റവും കൂടുതൽ കാലം ഇവിടെ ഭരിച്ചിട്ടുള്ളത്. ആ സമയത്തൊക്കെ കേരളത്തോട് അവഗണന കാണിക്കാതിരുന്നു എങ്കിൽ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഡിവിഷൻ മാത്രമല്ല, ഇവിടെ സോണും വരികയായിരുന്നു. സോണിന് വേണ്ടി ആവശ്യം ഉന്നയിക്കാത്തതല്ലോ. സോണിന് വേണ്ടി സമ്പത്ത് പറഞ്ഞത് അദ്ദേഹം തന്നെയാണ് ഈ കാര്യം അവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്, പാർലമെന്റിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. സോണിന് ആ സമയത്ത് കോൺഗ്രസ് ഭരിക്കുകയാണ്. കോൺഗ്രസിന് അവഗണന താല്പര്യമില്ലായിരുന്നെങ്കിൽ ഈ ഒരു സംഭവം ഉണ്ടാകുമായിരുന്നില്ല. മാത്രമല്ല, ഏറ്റവും വലിയ തമാശ, ഞാൻ 10-40 വർഷം മാധ്യമപ്രവർത്തനം നടത്തുന്ന ഒരാളാണ്. നടത്തിയതിന് പൂർണ്ണമായിട്ടും റിപ്പോർട്ടിങ്ങിൽ പൂർണ്ണസമയ പത്രപ്രവർത്തനം എത്രയോ കാലം 10-40 വർഷത്തോളം ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ഈ എത്രയോ കാലമായിട്ട് റെയിൽവേ ബജറ്റ് ഉണ്ടായിരുന്നല്ലോ. അപ്പോഴൊക്കെ കേൾക്കുന്നല്ല, അന്നത്തൊക്കെ സമയത്ത് പത്രങ്ങളിൽ ഞങ്ങൾ കൊടുക്കുന്ന ഒരു തലക്കെട്ടിന് ഒരു വാക്ക് ഈ കേരളത്തോട് അവഗണന എന്നുള്ളതായിരുന്നു. ഈ അവഗണന എന്നുള്ളതില്ലാതെ ഒരിക്കൽ പോലും പത്രങ്ങൾ അന്ന് ഇറങ്ങിയിരുന്നില്ല. കർണാടകക്കാരനായ ജാഫർ ഷെരീഫ് റെയിൽവേ മന്ത്രിയായ സമയത്ത് അദ്ദേഹം കേരളത്തിലൂടെ ഒക്കെ ഇങ്ങനെ ഒരിക്കലും പോയിരുന്നു, എല്ലാ റെയിൽവേ സ്റ്റേഷനുകളും സന്ദർശിക്കാൻ വേണ്ടിയിട്ട്. റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇറങ്ങിയിട്ടില്ല, അദ്ദേഹത്തിന്റെ ആ സലൂണിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. ഞങ്ങൾ അന്ന് ഇടിച്ചു കയറിയിട്ട് കുറെ കാര്യങ്ങൾ ആവർത്തിച്ച് അക്കമിട്ടുകൊണ്ട് ചോദിച്ചു കേരളത്തോട് കാണിക്കുന്ന അവഗണനക്കെതിരെ. ഒരു കാര്യമായ മറുപടി ഉണ്ടായില്ല. ഞങ്ങൾ നല്ലൊരു ഹെഡിങ് കിട്ടും, കേരളം സ്വർഗരാജ്യമാക്കി തരും എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് പോയത്. പക്ഷെ ഒന്നും ഉണ്ടായില്ല. അപ്പൊ അവഗണനയുടെ കാര്യം എന്ന് പറയുന്നത് അന്നേ തുടങ്ങിയിട്ടുള്ളതാണ്, ഇത് ഇപ്പോഴും ഉണ്ട്. ഇപ്പോ കുറെ കൂടി, കാരണം ഒരു തരത്തിൽ നിങ്ങൾ എന്ത് വിചാരിച്ചാലും ഞങ്ങൾ ഒന്നും ചെയ്യില്ല എന്ന് കടുംപിടുത്തം കാണിക്കുന്ന നരേന്ദ്രമോദിയും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരുമാണല്ലോ ഭരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇതേ ഉണ്ടാകും. മാത്രമല്ല, എനിക്ക് ഏറ്റവും പറയാതിരിക്കും, കോൺഗ്രസിന് മാത്രം പറ്റിയല്ല, ഇവിടെ ഒരു ജയിച്ചുപോയ MP ഉണ്ടല്ലോ, ഇവിടുന്ന് ഒരു മന്ത്രിയായിട്ടുള്ള ആളുണ്ടല്ലോ, അദ്ദേഹം ഈ ഒരു അവഗണനയെ എന്താണ് അദ്ദേഹം അതിനോട് പ്രതികരിച്ചതെന്ന് ഞാൻ കണ്ടിട്ടില്ല, ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ദയനീയമാണ്. ഇവരൊക്കെയാണ് നമ്മുടെ പ്രതിനിധികളായിട്ട് അവിടെ പോകുന്നതെന്ന് ആലോചിക്കുമ്പോൾ വല്ലാത്ത സങ്കടം തോന്നുന്നുണ്ട്. തീർച്ചയായും റംഷാദ്, അതായത് UPAക്ക് എത്രയോ മന്ത്രിമാർ ഒരുമിച്ചുണ്ടായിരുന്ന കാലഘട്ടമുണ്ട് കേരളത്തിൽ നിന്ന്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആൻ്റണി അടക്കം ഇങ്ങനെയൊക്കെയുള്ള ഒരു കാലത്ത് പോലും നടന്നില്ല. അപ്പോൾ അന്ന് ചെയ്തു വെച്ച സ്വാഭാവികമായി കോൺഗ്രസിൻ്റെ ഈ അവഗണനയുടെ തുടർച്ചയാണ് വികസിച്ചത്. അന്ന് യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ കാലത്ത് വളരെ സമഗ്രമായി ഇതിൽ കേരളത്തിന് അർഹതപ്പെട്ടത് എന്ന തരത്തിലേക്ക് ഒരു ഇടപെടൽ നടത്തിയിരുന്നെങ്കിൽ ഇന്ന് ഒരു സോണിലേക്ക് എത്തുമായിരുന്നു. പാസ്വാൻ റെയിൽവേ മിനിസ്റ്ററായിരിക്കുന്ന സമയത്തുള്ള കാര്യം ശ്രീ സമ്പത്ത് സൂചിപ്പിച്ചു. അദ്ദേഹം തന്നെ അന്ന് പാർലമെൻറ്റിൽ ഉണ്ടായിരുന്ന ഘട്ടത്തിൽ അദ്ദേഹം അവതരിപ്പിച്ച പ്രമേയത്തെ സംബന്ധിച്ച് പറഞ്ഞു. അപ്പോൾ ഇഫ് ദർ ഈസ് എ വിൽ ദർ ഈസ് എ വേ എന്നാണ് നമ്മൾ പറഞ്ഞത്, ദർ ഈസ് എ റെയിൽവേ എന്നാണ് അത് പറഞ്ഞത്. അല്ല എന്നുണ്ടെങ്കിൽ അത് വെറും സർവേയിൽ ഒതുങ്ങും എന്നും പാസ്വാൻ്റെ ആ കോട്ടിനെ അദ്ദേഹം ഒരിക്കൽ കൂടി ഉദ്ധരിക്കുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ കോൺഗ്രസ് അതിൻ്റെ പ്രതിക്കൂട്ടിൽ നിന്ന് മാറുന്നില്ല. ഇവിടെ നിങ്ങൾ ഒഴുക്കുന്നത് മുതലക്കണ്ണീരാണ് എന്ന് പറയുന്നതിൻ്റെ കാരണം, രാഷ്ട്രീയ കാരണം അതുകൂടിയാണ്. റംഷാദ്, ഞാൻ അതിലേക്ക് വരാം. അതിനു മുൻപ് ബഹുമാന്യനായിട്ടുള്ള നമ്മുടെ മാധ്യമപ്രവർത്തകൻ, അദ്ദേഹം മുതിർന്ന മാധ്യമപ്രവർത്തകനാണ്, അദ്ദേഹത്തിന് ഓർമ്മ ഉണ്ടായാലും ഇല്ലെങ്കിലും 1-2 പരിപാടികളിലൊക്കെ അദ്ദേഹത്തോടൊപ്പം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലൊക്കെ വർഷങ്ങൾക്ക് മുൻപ് ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ അദ്ദേഹം വളരെ വിശദമായിട്ട് തന്നെ പല കാര്യങ്ങളെപ്പറ്റി സംസാരിച്ചു. ഞാൻ പറഞ്ഞത് ഈ വിഷയത്തിനകത്ത് UDFൻ്റെ MP-മാർ അതിൻ്റെ ആദ്യഘട്ടം എന്നോണം ഇപ്പോൾ പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ കത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു വിഷയം ഉണ്ടാകുന്ന സമയത്ത് സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ചില പ്രതികരണങ്ങളുണ്ട്, അതിവിടെ നടത്തി കഴിഞ്ഞു. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, കേരളത്തിന് ഏറ്റവും വിശിഷ്ടമായ ഒരു ദിവസത്തെ, ഇത് കേരളത്തെ ഏറ്റവും സാരമായി ബാധിക്കുന്ന ഒരു വിഷയമാണല്ലോ, അതിനകത്ത് തർക്കമില്ലല്ലോ. അപ്പോൾ കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്സവ ദിനത്തിൽ തന്നെ കേരളത്തിലെ UDFൻ്റെ MP-മാർ നടത്തുന്ന 1ാം-ഘട്ട സമരമാണെന്നേ. ആ സമരത്തെ എങ്ങനെയാണ്, അത് കേരളത്തിലാണ് നടത്തുന്നത്, പാലക്കാടാണ് നടത്തുന്നത് എന്നതുകൊണ്ട് അതിന്റെ മാറ്റിനെ, അതിന്റെ വിലയെ കുറച്ച് കാണാൻ സാധിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ പ്രതീകാത്മകമായ സമരം, അതിനകത്ത് ഒരു തെറ്റുമില്ലെന്നേ. പ്രതീകാത്മകമായ എന്ന വാക്കിന്, മലയാള വാക്കിന് എന്താണ് അതിന്റെ ഡെഫിനിഷനിൽ എന്താണ് തെറ്റ് എനിക്കറിയില്ല. താങ്കൾ തന്നെ പറയുന്നു പഴയ കാലം പോലെയല്ല. ഇന്ന് സംഘപരിവാർ ഉയർത്തുന്ന ഒരു അർദ്ധവാസിസ്റ്റ് സ്വഭാവമുള്ള കാലഘട്ടത്തിൽ പ്രതീകാത്മകം മാത്രമായി സമരം ചുരുങ്ങരുത്. അതിനൊരു എക്സാമ്പിൾ അദ്ദേഹം സമകാലികമായി വെക്കുകയാണ്. ജന്തർ മന്ദറിലേക്ക് CJPയുടെയും ഇടതുപക്ഷത്തിൻ്റെയും അങ്ങനെ മതേതര കൂട്ടായ്മയുടെ വിദ്യാർത്ഥികളും യുവാക്കളും ഒക്കെ ഒത്തുകൂടുമ്പോൾ
അവിടെ പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല. പിന്നീട് പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്തുന്നതിലേക്ക് പോയി. ഇങ്ങനെ വിദ്യാർത്ഥികൾക്ക് നേരെ പെല്ലറ്റ് ഉപയോഗിച്ചു. ഇങ്ങനെ ആയിട്ട് പോലും ആണ് ആ സമരം വിജയത്തിലേക്ക് എത്തുന്നത്. അതിനു മുമ്പ് അതിനെ തൃണവൽക്കരിക്കാനാണ് അവർ നോക്കിയത്, തമസ്കരിക്കാനാണ് നോക്കിയത്. ആ ഒരു കാലത്താണ് പ്രതീകാത്മകമായ സമരം എന്ന് പറയുന്നത്. അവിടെയാണ് നിങ്ങളുടെ ഒരു എന്താണ് ദൗർബല്യത്തെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. അദ്ദേഹം അങ്ങനെയാണ് പറഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ദയവ് ചെയ്ത് എന്നെ പൂർത്തീകരിക്കാൻ അനുവദിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. ഞാൻ പറയുന്നത് പ്രതീകാത്മകമായ സമരമെന്നോ പ്രതീകാത്മകമായ വാക്കിന് ഒരു തെറ്റുമില്ല എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ഇതൊരു സമരമാണെന്നേ, ഇതൊരു പ്രത്യക്ഷമായ സമരമാണ്. ആ സമരം നടത്തുന്നത് പാലക്കാടാണ്, ഡിവിഷൻ ഓഫീസിന്റെ മുന്നിലാണ് എന്നതുകൊണ്ട് ആ സമരത്തിന്റെ മാറ്റോ അതിന്റെ ആശയത്തിന്റെ പ്രാധാന്യമോ കുറയില്ല. ആ സന്ദേശം എത്തേണ്ടവർക്ക് എത്തുമല്ലോ. അവിടെ സമരം ചെയ്യുന്നത് കേരളത്തിൽ നിന്നുള്ള MP-മാരാണല്ലോ, അതിനകത്ത് തർക്കമില്ലല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. മാത്രമല്ല അതൊരു ഒന്നാം ഘട്ട സമരമാണ്. രണ്ടാം ഘട്ടത്തിലേക്ക് ആ സമരം കൊണ്ട് ഏതെങ്കിലും രീതിയിൽ അർത്ഥമുണ്ടായില്ല, ഫലമുണ്ടായില്ല എങ്കിൽ സമരം എങ്ങനെ വ്യാപിപ്പിക്കണം എന്നതിനെ കുറിച്ച് ഗൗരവമായിട്ട് ചിന്തിക്കും. എന്താ തർക്കമുള്ളത്? നരേന്ദ്രമോദിക്കെതിരെ വാ ഉയർത്താത്ത ആളുകളാണോ കോൺഗ്രസിലെ UDF-ന്റെ കേരളത്തിലെ MP-മാർ? നിങ്ങൾക്ക് അക്കാര്യത്തിൽ തർക്കമുണ്ടോ? എത്ര സസ്പെൻഷനുകൾ ഹൈബി ഈഡൻ പോലെയുള്ള MP-മാർ ഏറ്റുവാങ്ങി? എന്തോരം പ്രസംഗങ്ങൾ നരേന്ദ്രമോദിക്കും ഈ ഫാസിസ്റ്റ് ഗവൺമെന്റിനുമെതിരെയുള്ള എത്ര പ്രക്ഷോഭങ്ങൾക്കാണ് കേരളത്തിലെ കോൺഗ്രസിന്റെയും UDF-ന്റെയും MP-മാർ നേതൃത്വം കൊടുക്കുന്നത്? അപ്പൊ നിങ്ങൾ അതിനെയെല്ലാം വിസ്മരിച്ചുകൊണ്ട് കോൺഗ്രസിനും UDF-നും എന്തൊക്കെ ഭയം, ഡൽഹിയിൽ പോയി സമരം ചെയ്യാനുണ്ട് എന്ന് പറയുന്ന അർത്ഥത്തിലേക്കൊന്നും നിങ്ങൾ ഇതിനെ കാണാൻ പാടില്ല. അത് അങ്ങേയറ്റം സങ്കുചിതമായ രാഷ്ട്രീയ ചിന്താഗതിയാണെന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ ഞാൻ ബഹുമാനപ്പെട്ട മാധ്യമപ്രവർത്തകരോട് സൂചിപ്പിക്കുന്നത് അങ്ങ് കോൺഗ്രസിനെയാണ്. അങ്ങനെയൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. നമ്മൾ പറഞ്ഞത് കൂടുതൽ സമഗ്രമാണ്. കാരണം ഇതിന് കാലപ്പഴക്കമുള്ള രോഗമാണെന്ന് ഞാൻ പറഞ്ഞു പൂർത്തീകരിക്കണം. നിങ്ങൾ പറഞ്ഞതിന്റെ ധ്വനിയാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, പിന്നെ ബഹുമാനപ്പെട്ട ശ്രീ സജീവൻ അദ്ദേഹം കോൺഗ്രസിലാണ് പ്രതീക്ഷ വെക്കുന്നത് എന്നത് അങ്ങേയറ്റം പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം കേരളത്തിൽ നിന്ന് 3 MP-മാർ, 3-4 MP-മാർ, രാജ്യസഭാ MP-മാരടക്കം LDF-നോ CPM-നോ ഉണ്ടല്ലോ. അദ്ദേഹത്തിന്റെ ട്യൂഷൻ മുഴുവൻ കോൺഗ്രസിന്റെയും UDF-ന്റെയും MP-മാർക്കായിരുന്നു. 4 MP-മാരുടെ പ്രാധാന്യത്തെക്കുറിച്ചോ അവരുടെ ഇടപെടലിനെ കുറിച്ചോ കമാനൊരക്ഷരം അദ്ദേഹം മിണ്ടിയിട്ടില്ലല്ലോ. ജോൺ ബ്രിട്ടാസ് വന്നിട്ട് വലിയ പ്രസ്താവന പറയുകയാണ്. എന്താ പ്രസ്താവന? ഇവിടെ ബഹുമാന്യനായ ശ്രീ സമ്പത്ത് MP ആയിരുന്നല്ലോ, അദ്ദേഹം ഏറ്റവും ക്രിയേറ്റീവായിട്ട് പാർലമെന്റിൽ ഇടപെട്ടിട്ടുള്ള ആളാണെന്നേ. രാഷ്ട്രീയ വിയോജിപ്പുണ്ടെങ്കിൽ പോലും ഞാൻ പറഞ്ഞു പൂർത്തീകരിക്കാൻ അങ്ങ് അനുവദിക്കണം. ഞാൻ പറഞ്ഞത് ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ബഹുമാന്യനായ CPM-ന്റെ മുതിർന്ന നേതാവ് അങ്ങ് പറഞ്ഞ പല കാര്യങ്ങളിൽ ഭാഗികമായിട്ട് വിയോജിപ്പുണ്ടെങ്കിൽ പോലും, അങ്ങയോട് രാഷ്ട്രീയ വിയോജിപ്പുണ്ടെങ്കിൽ പോലും, അങ്ങ് പാർലമെന്റ് അംഗമായിരുന്ന 10 വർഷക്കാലം ഏറ്റവും ക്രിയേറ്റീവായിട്ട് പാർലമെന്റിനകത്ത് ഇടപെട്ട ആളാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പക്ഷെ ഇന്ന് ദൗർഭാഗ്യവശാൽ CPM-നെ പ്രതിദാനം ചെയ്യുന്ന ഏതെങ്കിലും ഒരു MP ഈ രീതിയിൽ ക്രിയേറ്റീവായിട്ട് ഇടപെടുന്നുണ്ടോ? എന്താണ് പ്രസ്താവന കൊടുക്കുന്നത്? കേരളത്തിലെ MP-മാർ ഇപ്പോഴത്തെ 4 MP-മാർ 400 MP-മാരുടെ പവർഫുള്ളായ ഈ പഴയ കാലത്ത് മുൻകാലത്തുള്ളവർ ഒക്കെ നല്ലതാണ് എന്ന രീതിയിൽ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ ആക്രമിക്കുന്ന റംഷാദിന്റെ സ്ഥിരം പദ്ധതിയാണ്. ഞാൻ ശ്രീ MP രാജേഷോ ശ്രീ A സമ്പത്തോ ഒക്കെ പ്രതിനിധാനം ചെയ്യുന്ന കാലത്ത് അവർ നടത്തിയിട്ടുള്ള ക്രിയേറ്റീവായിട്ടുള്ള രാഷ്ട്രീയ ഞാൻ ഒട്ടും വില കുറച്ച് കണ്ടിട്ടില്ലെന്നേ. ഞാൻ പറഞ്ഞു വന്നത്, ഈ ബ്രിട്ടാസ് ഏതെങ്കിലും രീതിയിൽ ഈ പാലക്കാട് റെയിൽവേയുടെ ഭാഗം, ഡിവിഷന്റെ ഭാഗം മറുപടി തന്നെ ലഭിച്ചത്. കഞ്ചിക്കോട് കോച്ച് ഫാക്ടറിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ചോദിച്ചതിനാണ് മറുപടി കിട്ടിയത്. സമരം നടത്തിയിട്ടാണ് ഇത് പറയുന്നത് എങ്കിൽ അന്തസ് ഉണ്ടായിരുന്നു. അല്ല, ഞാൻ ഒരൊറ്റ കാര്യമാണ് പറയുന്നത്. ഇന്ന് ജോൺ ബ്രിട്ടാസ് പറഞ്ഞത് അങ്ങനെ ദില്ലിയിൽ ഇതിൻ്റെ യഥാർത്ഥ പ്രതികൾക്ക് മുന്നിൽ പോയി പ്രതിഷേധിക്കാനാണ് എങ്കിൽ ഇടതുപക്ഷ MP-മാരും നിങ്ങൾക്കൊപ്പമുണ്ട് കേരളത്തിൻ്റെ പൊതു താല്പര്യം അനുസരിച്ച് എന്ന് തന്നെയാണ് ശ്രീ ജോൺ ബ്രിട്ടാസ് MP പറഞ്ഞത്. മാത്രമല്ല, ഏറ്റവും ഒടുവിൽ കഞ്ചിക്കോട് കോച്ച് ഫാക്ടറിയുടെ വിഷയത്തിൽ വരെ പാർലമെന്റിൽ ഇടപെട്ട ആളാണ് ശ്രീ ജോൺ ബ്രിട്ടാസ്. ഇടത് MP-മാരെല്ലാം ശ്രീ ജോൺ ബ്രിട്ടാസിനും A റഹീമിനും ശ്രീ രാധാകൃഷ്ണനും ഒക്കെ ധാർമ്മിക ബാധ്യതയില്ലേ? തീർച്ചയായും അവരൊക്കെ ഇടപെടുന്നുണ്ടല്ലോ. ചെയ്യാമല്ലോ. വിഷയത്തെ ഇങ്ങനെ തിരിച്ചാൽ
കോൺഗ്രസ് കേരള ഇനി- വിരുദ്ധമായി ഇനി- ചെയ്ത ഇനി കാര്യങ്ങൾക്കുള്ള ഞാൻ ബഹുമാന്യനായ ന്യായീകരണമായിട്ട് സമ്പത്ത് പറഞ്ഞു സമർത്ഥമാകൂ, വെച്ച ഒരു കാര്യത്തോട് സമർത്ഥിക്കപ്പെടൂ. കൂടെ ശ്രീ അദ്ദേഹത്തിന്റെ റംഷാദ്. മറുപടിക്ക് വേണ്ടി ഒരൊറ്റ കാര്യം കൂടെ ഞാൻ ചോദിക്കുകയാണ്. പറയൂ. ഞാൻ ആ ബഹുമാനപ്പെട്ട സമ്പത്തിന് മറുപടി പറയുമ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ പറയുന്നത്, 2007 ബഹുമാന്യനായ സമ്പത്ത് പറഞ്ഞു UPA ഗവൺമെന്റിന്റെ 1ാം കാലഘട്ടത്തിൽ വിവരാവകാശ നിയമവും തൊഴിലുറപ്പ് പദ്ധതിയും CPM-ന്റെ കൂടെ സമ്മർദ്ദത്തിന്റെ ഫലമായിട്ടാണ് വന്നത് എന്ന് പറഞ്ഞു. ഞാൻ വേണമെങ്കിൽ വാദത്തിന് വേണ്ടിയിട്ട്, എനിക്ക് അതിനകത്ത് രാഷ്ട്രീയ വിയോജിപ്പുണ്ട്, വസ്തുതകൾ നിരത്താനുമുണ്ട്, പക്ഷെ ഞാൻ വാദത്തിന് അംഗീകരിച്ചാൽ പോലും ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ പാലക്കാട് കോച്ച് ഫാക്ടറിയുടെ കാര്യത്തിൽ, സേലം ഡിവിഷന്റെ കാര്യത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം കൂടെ സാർ നിങ്ങൾ ഏറ്റെടുക്കണ്ടേ? നിങ്ങൾ അതിന് തയ്യാറാവണ്ടേ? തീർച്ചയായും അതുകൂടി ചേർത്ത് മറുപടി ശ്രീ സമ്പത്ത്. നമ്മുടെ പ്രിയപ്പെട്ട ചങ്ങാതി റംഷാദ് എന്നെക്കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകൾക്ക് നന്ദി. ആ നല്ല വാക്കുകൾ അദ്ദേഹത്തിന് തന്നെ ഞാൻ അതുപോലെ തന്നെ സമ്മാനിക്കുകയുമാണ്. പാർലമെൻറ്റ് അംഗങ്ങളായിട്ടുള്ള ഇടതുപക്ഷക്കാർക്ക്, വിശിഷ്യ CPIM-ൻ്റെ പാർലമെൻറ്റ് അംഗങ്ങൾക്ക് എക്കാലവും മാതൃക മഹാനായ AKG ആണ്. ആദ്യത്തെ പ്രതിപക്ഷ സഖാവ് AKG ആണ് മാതൃക. സഖാവ് AK ഗോപാലനെ മാതൃകയാക്കിക്കൊണ്ടല്ലാതെ ഒരു കമ്മ്യൂണിസ്റ്റ് MP-ക്കും പ്രത്യേകിച്ചും ഒരു CPIM MP-ക്കും ഈ രാജ്യത്തിൻ്റെ പാർലമെൻറ്റിൽ പ്രവർത്തിക്കാൻ, ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാൻ കഴിയില്ല. അദ്ദേഹം എപ്പോഴും വാക്കിൽ, ചിന്തയിൽ, പ്രവൃത്തിയിൽ ഒക്കെ അതുണ്ടാവും, ഊണിലും ഉറക്കത്തിലും. ഇവിടെ CPIM-ൻ്റെ MP-മാർ അടക്കമുള്ള LDF-ൻ്റെ MP-മാർ ലോക്സഭയിലും രാജ്യസഭയിലും പരിമിതമായ അംഗങ്ങളേ ഉള്ളൂ. ഞാൻ വേറെ കൂടുതൽ തർക്കത്തിനൊന്നുമില്ല. അവർ ഉന്നയിച്ചിട്ടുള്ള വിഷയങ്ങൾ ശൂന്യവേളയിലാകട്ടെ, 0 ഓവറിൽ സബ്മിഷനുകളായിട്ടാവട്ടെ, ചോദ്യങ്ങളായിട്ടാവട്ടെ, അല്ല ചിലപ്പോൾ ഈ ഭേദഗതികളായി ബില്ലുകൾക്കുള്ള പല വിധത്തിൽ ഇടപെടാൻ കഴിയും, പല രീതിയിൽ ഭേദഗതികളായിട്ടാവട്ടെ, അതല്ല ചിലപ്പോൾ ചില മറ്റേതെങ്കിലും മോഷൻസായിട്ട് അത്തരത്തിൽ കൊണ്ടുവന്നിട്ട് അങ്ങനെ ഒബ്ജക്ഷൻസും മറ്റു കാര്യങ്ങളുമായിട്ടാവട്ടെ, മന്ത്രിമാർക്ക് നൽകിയിട്ടുള്ള കത്തുകളായിട്ടാവട്ടെ, അവർ പങ്കെടുക്കേണ്ടതായിട്ടുള്ള പാർലമെൻ്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞിട്ടുള്ള അഭിപ്രായങ്ങളുടേതാകട്ടെ, അത് സഭയുടെ മേശപ്പുറത്ത് വയ്ക്കുന്നത് വരെ ദാറ്റ് ഷുഡ് ബി ട്രീറ്റഡ് ആസ് കോൺഫിഡൻഷ്യൽ ആൻഡ് സീക്രട്ട്. സഭയുടെ മേശപ്പുറത്ത് വയ്ക്കുമ്പോഴേ നമ്മുടേതായിട്ടുള്ള ഒരു പബ്ലിക് ഡൊമൈനിൽ വരുന്നുള്ളൂ. ഇതിലെല്ലാം ഒരു താരതമ്യം റംഷാദെ ഒന്ന് നടത്തുക. UDF-ൻ്റെ MP-മാർ ഇക്കാര്യങ്ങളിൽ അവരുടേതായിട്ടുള്ള, ഞാൻ അവരെ തുലാഭാരമൊന്നും നടത്താനല്ല, അവർ നടത്തിയിട്ടുള്ള കാര്യങ്ങളും LDF-ൻ്റെ MP-മാർ, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു പാർലമെൻറ്റ് അംഗത്തിൻ്റെ അവരുടേതായിട്ടുള്ള പ്രവൃത്തികളിലൊക്കെ അവർക്ക് ഇടപെടാൻ കഴിയുന്ന മറ്റു കാര്യങ്ങളിലൊക്കെ അതിൻ്റെ ആ പരിമിതിയൊക്കെ വെച്ചുകൊണ്ട് ഞാൻ പറയുകയാണ് എന്താണ് ചെയ്തിട്ടുള്ളത്. ഇനി മറ്റൊരു കാര്യം, ഞാൻ പറയുന്നതിൽ എന്നോട് ദേഷ്യം അങ്ങേക്കുണ്ടാവുകയാണെങ്കിൽ അതിൽ ഞാൻ സന്തോഷിക്കുകയാണ്. സംയുക്ത പ്രതിപക്ഷ കക്ഷികളുടേതായ UPA എന്നല്ല, പ്രതിപക്ഷത്തിൻ്റെ എല്ലാവരുടെയും സംയുക്തമായിട്ടുള്ള ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയുടെ പോളിംഗ് ദിവസത്തെ പോളിംഗ് ഏജൻ്റായിരുന്നു ഞാൻ. 2017 ഓഗസ്റ്റ് മാസത്തിലാണ് ഞാൻ പോളിംഗ് ഏജൻ്റായിരുന്നു. എല്ലാ ജോലികളും, ഒരുപക്ഷെ സ്വന്തം ഭവനത്തിൽ അത്തരത്തിൽ അത്യാഹിതങ്ങൾ ഉണ്ടായാൽ പോലും ആ തെരഞ്ഞെടുപ്പിൽ, ശരിയാണ് ശ്രീ ഗോപാലകൃഷ്ണ ഗാന്ധി അവിടെ തോക്കുമെന്നുള്ളതിനെ സംബന്ധിച്ച് പ്രതിപക്ഷത്തിൻ്റെ എല്ലാവർക്കും അറിയാം. ജയിക്കുന്നത് അപ്പുറത്ത് വെങ്കയ്യ നായിഡു ആയിരിക്കുമെന്ന് BJP-യുടെ എല്ലാവർക്കും അറിയാം. വെങ്കയ്യ നായിഡുവിനെ അങ്ങനെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി ആക്കിയത് തന്നെ ഭാവിയിൽ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഹിന്ദിയും ഇംഗ്ലീഷും ഉറുദുവും സംസ്കൃതവും തെലുങ്കും കുറച്ച് തമിഴുമെല്ലാം നല്ല വശമുള്ള, നല്ല പ്രസംഗകൻ കൂടിയായിട്ടുള്ള, തൻ്റെ രാഷ്ട്രീയ എതിരാളികളോട് അത്രമാത്രം ആദരവ് പിടിച്ചു പറ്റാൻ ശേഷിയുള്ള ഈ മനുഷ്യൻ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഒരു എതിരാളിയായി വരരുത് എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവന്ന് അതുവഴി ഒതുക്കി അങ്ങോട്ടേക്ക് പോയതാണ്. പിന്നീട് അദ്ദേഹം രാഷ്ട്രപതി പോലും ആയില്ല. എന്തേ UDF-ൻ്റെ 2 MP-മാർ അന്ന് വോട്ട് ചെയ്യാൻ വന്നില്ല? ഓർമ്മയില്ലേ റംഷാദ് ആരൊക്കെ ആയിരുന്നു എന്ന്? വിമാനം കിട്ടിയില്ല അല്ലേ? എവിടെ നിന്ന് വിമാനം കിട്ടിയില്ല? മുംബൈയിൽ നിന്ന് ഡൽഹിയിലേക്ക് വിമാനം കിട്ടിയില്ല അല്ലേ? പലപ്പോഴും പല രീതിയിലുള്ള ഒത്തുതീർപ്പുകൾ, വാണിജ്യ താല്പര്യങ്ങൾ, അത്തരത്തിൽ നിക്ഷിപ്ത താല്പര്യങ്ങൾ പലതുമെല്ലാം ഇത്തരത്തിൽ രാഷ്ട്രീയമായിട്ടുള്ള മേലാളന്മാരുടെ മുമ്പിൽ മുട്ടുവിറയ്ക്കുന്ന നിലയിലേക്ക് എത്തിപ്പോയാൽ ഞാൻ അവരെ മറ്റൊന്നും ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. തീർച്ചയായും ഇതൊക്കെ UDF-ന് സംഭവിച്ചതാണ്. അത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് ആശംസിക്കാനുള്ളൂ. തീർച്ചയായും ഈ പോരാട്ടത്തിൽ സഖാവ് ബ്രിട്ടാസ് പറഞ്ഞൊരു കാര്യമാണ്, നമുക്ക് ഒരുമിച്ച് നിൽക്കാം, കേരളത്തിൻ്റെ ആവശ്യമാണ്. ജോൺ ബ്രിട്ടാസ് MP പറഞ്ഞത്, സഖാവ് ബ്രിട്ടാസ് പറഞ്ഞത് നമുക്ക് ഒരുമിച്ച് നിൽക്കാം, കേരളത്തിൻ്റെ ആവശ്യമാണ്. ഡൽഹിയിൽ അത്തരത്തിൽ നമുക്ക് സംയുക്തമായി ഈ ഒരു പ്രക്ഷോഭം നടത്താമെന്നുള്ളത്.
ദയവ് ചെയ്ത് അത് UDFൻ്റെ നേതൃത്വം അവരിപ്പോൾ എടുത്തിട്ടുള്ള നിലപാട് പുനഃപരിശോധിപ്പിച്ച് അത് നമുക്കൊരുമിച്ച് നിന്നുകൊണ്ട് കൈകോർത്ത് നിന്നുകൊണ്ട് കേരളീയർക്ക് വേണ്ടി അത്തരത്തിലൊരു പ്രക്ഷോഭത്തിൻ്റെ കുന്തമുനയായി മാറാം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. റെയിൽവേ മുൻ ഉദ്യോഗസ്ഥൻ M. ജാഫർകുട്ടി കൂടി നമ്മുടെ ചർച്ചയിലേക്ക് ചേരുകയാണ്. ശ്രീ ജാഫർകുട്ടി, ഈ ഒരു റെയിൽവേയുടെ മനസ്സിൽ നിന്ന് തന്നെ അറിയണമല്ലോ, താങ്കൾ റെയിൽവേക്കൊപ്പം ജീവിച്ച ആളാണ്. അപ്പോൾ എന്താണ് ഈ ഇത്തരത്തിൽ പാലക്കാട് ഡിവിഷൻ ശോഷിക്കുമ്പോൾ പ്രധാനമായും കേരളത്തിന് സംഭവിക്കുന്ന പൊതുനഷ്ടം? പാലക്കാട് ഡിവിഷൻ ഇപ്പോൾ തന്നെ ഇന്ത്യൻ റെയിൽവേക്കകത്ത് വളരെ ചെറിയ ഒരു ഡിവിഷനാണ്. ഇപ്പോൾ അതിൻ്റെ വരുമാനത്തിൻ്റെ 70% പിടിച്ചു പറിച്ചു കൊണ്ടുപോവുകയാണ്. അതായത് മാംഗ്ലൂർ സെൻട്രൽ, മാംഗ്ലൂർ ജംഗ്ഷൻ, പണമ്പൂർ തുടങ്ങിയ പ്രധാന റെയിൽവേ കേന്ദ്രങ്ങൾ, പാലക്കാട് ഡിവിഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ, ഇവയാണ് പാലക്കാട് ഡിവിഷൻ്റെ വരുമാനത്തിൻ്റെ 70% നേടിക്കൊടുക്കുന്നത്. അതാണ് ഇപ്പോൾ എടുത്തുകൊണ്ട് പോയിരിക്കുന്നത്. അത് റെയിൽവേ മന്ത്രാലയം സദേൺ റെയിൽവേയിൽ നിന്ന് ഈ പറയുന്ന ഭാഗങ്ങൾ, ഏതാണ്ട് ഒരു 30 കിലോമീറ്ററിനകത്ത് വരുന്ന ഭാഗങ്ങൾ സൗത്ത് വെസ്റ്റേൺ റെയിൽവേയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഏകപക്ഷീയമായിട്ട്. ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു ചരിത്രം ഉണ്ടായിട്ടില്ല റെയിൽവേയിൽ. ഇവിടെ അവർ വേണ്ടത്ര യാതൊരു കൺസൾട്ടേഷനും നടത്തിയിട്ടില്ല. സദേൺ റെയിൽവേ ജനറൽ മാനേജരെ ഇൻഫോം ചെയ്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവിടെയും ചർച്ച നടത്തുകയോ ഒപ്പീനിയൻ ചോദിക്കുകയോ ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. റെക്കഗ്നൈസ്ഡ് യൂണിയൻസ് ഉണ്ട്. തിരഞ്ഞെടുത്ത് റെയിൽവേയോടൊപ്പം റെയിൽവേ മാനേജ്മെൻറ്റിൽ പങ്കാളിത്തം വഹിക്കുന്ന തിരഞ്ഞെടുത്ത യൂണിയനുകളുണ്ട്. ആ യൂണിയനുകളെ അറിയിച്ചിട്ടില്ല. അപ്പോൾ വളരെ ധാർഷ്ട്യത്തോടെ ഏകപക്ഷീയമായിട്ട് ഈ ചെയ്തതിൻ്റെ കാരണം അവർ പറയുന്നത് ഓപ്പറേഷണൽ കൺവീനിയൻസ് എന്നാണ്. അത് നടത്തിക്കൊണ്ടു പോകാനുള്ള സൗകര്യം. മറ്റൊന്ന് പറയുന്നത് ഈ നടത്തിക്കൊണ്ടു പോകാനുള്ള സൗകര്യമെന്ന് പറയുമ്പോൾ തന്നെ അതിനെക്കുറിച്ച് വിശദീകരിച്ചിട്ടില്ല. ഇത്രയും നാളത് ഭംഗിയായിട്ട് നടക്കുകയായിരുന്നു. അതുമാത്രമല്ല, ഷൊർണൂറുണ്ടായിരുന്ന പല സ്ഥാപനങ്ങളും മംഗലാപുരത്തിലേക്ക് ഓപ്പറേഷണൽ കൺവീനിയൻസ് എന്ന് പറഞ്ഞ് മാറ്റിയിട്ടുണ്ട്. അതായത് ഷൊർണൂറുണ്ടായിരുന്ന പ്രൈമറി കോച്ച് മെയിൻ്റനൻസ് സെൻറ്റർ, കോച്ചിങ് യാർഡ് തുടങ്ങിയവയെല്ലാം, പിന്നെ ഇലക്ട്രിക്കൽ വർക്കിൻ്റെ സൗകര്യങ്ങൾ, IOH ഇൻ്റർമീഡിയറി ഓവർഹോളിംഗ് സൗകര്യങ്ങൾ, സ്ലീപ്പർ മാനുഫാക്ചറിങ് സൗകര്യങ്ങൾ, ഇതെല്ലാം അങ്ങോട്ട് കൊണ്ടുപോയി. ഘട്ടം ഘട്ടമായിട്ട് മംഗലാപുരത്തേക്ക് കൊണ്ടുപോയതിന് ശേഷം ഇപ്പോൾ ഇത് പിടിച്ചു പറിച്ചു കൊണ്ടുപോകുന്നത് ഒരു വഞ്ചനയെന്നല്ലാതെ നമുക്ക് എന്ത് പറയാൻ കഴിയും? ഇതിനോടൊപ്പം ഓപ്പറേഷണൽ കൺവീനിയൻസിനോടൊപ്പം അവർ ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു റീസൺ മൾട്ടി ഫ്രിക്ഷൻ ഒഴിവാക്കാനാണ്. മൾട്ടി സോൺ ഫ്രിക്ഷൻ ഒഴിവാക്കുക എന്നതാണ്. അത് വളരെ അപകടകരമായ ഒരു നിലപാടാണ്. ഇത്രയും നാൾ റെയിൽവേ പറഞ്ഞുകൊണ്ടിരുന്നത് റെയിൽവേ നാഷണൽ ഇൻ്റഗ്രേഷന് വേണ്ടി പ്രവർത്തിക്കുന്നതാണ്. നാഷണൽ ഇൻ്റഗ്രേഷൻ മനസ്സിൽ വെച്ചുകൊണ്ടുള്ള എന്ത് നടപടിയും റെയിൽവേ സ്വീകരിക്കൂ എന്നാണ്. പക്ഷേ ഇപ്പോൾ മൾട്ടി സോൺ ഫ്രിക്ഷൻ എന്ന് പറയുമ്പോൾ അതിന് നേരെ ഘടകവിരുദ്ധമായ ഒരു നിലപാടാണ്. അതായത് ഇന്ത്യയെ ബന്ധിപ്പിക്കുന്ന ഞരമ്പുകളാണ് റെയിൽവേ എന്നൊക്കെ പറഞ്ഞ് ഇതിൻ്റെ സമത്വത്തെ അല്ലെങ്കിൽ ഇതിൻ്റെ സമഗ്രതയെ പറയുന്നവരാണ് ഈ രീതിയിലേക്ക് പറയുന്നത്. ഞാൻ ഒരു കാര്യം കൂടി ശ്രീ ജാഫർകുട്ടി, താങ്കളൊരു മുൻ ഉദ്യോഗസ്ഥനായതുകൊണ്ട് ഇതിനെ സംബന്ധിച്ച് കൃത്യമായി പറയാം, പരിമിതികളില്ലാതെ. അതായത് ഈ സോണുകൾ, ഇപ്പോൾ ഈ സോണിനെ ദുർബലമാക്കുമ്പോൾ ഈ സോണിൽ വളരെ ആധിപത്യമുള്ള ഇടതുപക്ഷ ട്രേഡ് യൂണിയനുകളുണ്ട്. ആ യൂണിയനുകളെ ദുർബലമാക്കാനുള്ള നടപടി കൂടി രാഷ്ട്രീയമായി ഇതിനുണ്ട്. ഇവിടെ കേരളത്തിൻ്റെ ഇലക്ഷൻ ചുമതലകൾക്കൊക്കെയായി വന്നിട്ടുള്ള ചില കർണാടകയിലെ സംഘപരിവാർ നേതാക്കളുടെ ഇടപെടലുകൾ അന്ന് മുതലേ ഈ വിഷയത്തിലുണ്ട് എന്നൊക്കെ നിരീക്ഷിക്കപ്പെടുന്നുണ്ട്. തീർച്ചയായും ഉണ്ടാകാം. അതിനുപരി ചില രാഷ്ട്രീയ മാനങ്ങൾ കൂടി ഉണ്ട് എന്ന് നമ്മൾ കാണണം. അതായത് ഇതിപ്പോൾ ഇതിനകത്തൊരു ഫ്രിക്ഷൻ ഉണ്ടായി വരും. അതായത് ആ ഭാഗത്തുള്ള ആളുകളും ഇപ്പുറത്തോട്ടുള്ള ആളുകളും തമ്മിലൊരു ഫ്രിക്ഷൻ ഉണ്ടാവും. 1. 2, പാലക്കാട് ഡിവിഷൻ ശോഷിക്കുന്നതോടുകൂടി തിരുവനന്തപുരം ഡിവിഷനിൽ നിന്നും ചില ഭാഗങ്ങൾ അടർത്തിക്കൊണ്ട് പോവുകയും ചെയ്തിട്ട് 2 ഡിവിഷനും കൂടെ കമ്പൈൻ ചെയ്ത് ഒരു സിംഗിൾ ഡിവിഷൻ ആയാൽ മതി,
അതാണ് ഓപ്പറേഷണൽ കൺവീനിയൻസ് എന്ന് നാളെ റെയിൽവേ പറയുകയാണെങ്കിൽ അപ്പോൾ തന്നെ നിരവധി ഇഷ്യൂസ് വരും. അപ്പോൾ അതിൻ്റെ ഡിവിഷൻ തന്നെ നഷ്ടമാകുന്നതിലേക്ക് ഒരു പോകും. ഡിവിഷൻ തന്നെ നഷ്ടമാകുന്നതിലേക്ക് പോകും. അതുപോലെ നമ്മൾ സോണിന് വേണ്ടി ഉന്നയിച്ചിരുന്ന അവകാശവാദം എന്നേക്കുമായിട്ട് തട്ടിത്തെറിപ്പിക്കാൻ പറ്റും. അപ്പോൾ വടക്കും തെക്കുമുള്ള ആളുകളെ തന്നെ വിഭജിച്ചുകൊണ്ട് അതിനിടയ്ക്കൂടെ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കത്തക്ക, ട്രേഡ് യൂണിയൻ മാത്രമല്ല രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കത്തക്ക ചില വിഷവിത്തുകളൂടെ ഇതിനുള്ളിൽ കിടപ്പുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതെന്തൊക്കെയാണ് ആ വിഷവിത്ത് പറയാനാകുമോ? അത് മനസ്സിലാക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ. രണ്ട് വിഭാഗങ്ങൾ തള്ളി വരുമ്പോൾ അതിനിടയിൽ മീഡിയേറ്ററായിട്ട് കേന്ദ്ര ഗവൺമെൻറ് വരാം, കേന്ദ്ര ഭരിക്കുന്ന പാർട്ടികൾക്ക് വരാം, ഇടയിൽ കൂടി അവർക്ക് മുതലെടുപ്പ് നടത്താം. അങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങൾ അതിനകത്ത് കിടപ്പുണ്ട്. ശരി. റെയിൽവേ എന്ന് പറഞ്ഞൊരു ചെറിയ ഏർപ്പാടല്ലല്ലോ. അതെ. ശ്രീ എ സജീവൻ, ഇത് ഈ ഇത്തരത്തിൽ ഇങ്ങനെ പ്രതീകാത്മകമായ സമരങ്ങളിലൊന്നും നിൽക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങളെ കാണാവുന്നതല്ല. കാരണം കമ്പനിയുടെ കളി ഇനിയും കാണാൻ പോകുന്നതേ ഉള്ളൂ എന്ന് ഒരു കഥാപാത്രം പറയുന്നത് പോലെ ഇനിയും ഇതുമായി ബന്ധപ്പെട്ട്, കാരണം ഇപ്പോൾ ഈ ജാഫർകുട്ടി ഇപ്പോൾ നിലവിലുള്ള ഉദ്യോഗസ്ഥരും ഒക്കെയായി ബന്ധപ്പെട്ടിട്ടുണ്ടാകാം. അദ്ദേഹത്തിന് കിട്ടിയ ഫീഡാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അതുകൂടി കാണുമ്പോൾ നമ്മൾ ഈ രീതിയിലേക്ക് പ്രതീകാത്മകമായി നിന്നാൽ പോരാ, വലിയ ഫൈറ്റ് ആവശ്യമായി വരും. ശ്രീ എ സജീവൻ. തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞത് ഒന്നുകൂടി ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. ജാഫർകുട്ടിയുടെ ഈ പരാമർശങ്ങളുണ്ടല്ലോ, അതായത് ഈ ഇപ്പോഴത്തെ ഈ നമ്മുടെ പാലക്കാട് ഡിവിഷനെ മുറിച്ചു മാറ്റുന്നതിന് മുന്നോടിയായി ചെയ്ത കാര്യങ്ങൾ, ആ മുന്നോടിയായി ചെയ്ത കാര്യങ്ങൾ ഷൊർണൂരിലുള്ള ഓരോരോ കാര്യങ്ങൾ ഓരോരോ ഘട്ടങ്ങളിലായിട്ട് കൊണ്ടുപോകുന്നത്. അതായത് ഇവിടെ നിന്ന് പരമാവധി കാര്യങ്ങൾ മാറ്റിയതിന് ശേഷമാണ് ഈ മുറിച്ചു മാറ്റൽ കൂടി നടത്തുന്നത്. അപ്പൊ ഇത് വളരെ മുമ്പേ തന്നെ ബോധപൂർവം നടപ്പാക്കിക്കൊണ്ടിരുന്ന ഒരു കാര്യമാണ്. അപ്പൊ അത് അവിടെ അങ്ങനെ ഒരു സംഭവത്തോട് വളരെ ലക്ഷ്യബോധത്തോട് കൂടിയിട്ട്, വളരെ കൃത്യമായ ആസൂത്രണത്തോട് കൂടിയിട്ട് കേന്ദ്ര സർക്കാർ ഇത് നടപ്പാക്കുന്ന ഈ ഒരു കാര്യത്തെ എതിർക്കണമെങ്കിൽ അവിടെ പ്രതീകാത്മകം പോരാ എന്നാണ് ഞാൻ പറഞ്ഞത്. കോൺഗ്രസ്സുകാരുള്ള വിരോധം കൊണ്ടല്ല, അവരിവിടെ നടത്തുന്ന ധർണ, ആ ധർണയുടെ വിവരം അവിടെ കിട്ടിക്കഴിഞ്ഞാൽ നരേന്ദ്രമോദിയുടെ മനസ്സ് മാറില്ല എന്ന പൂർണ്ണ ബോധ്യത്തോട് കൂടിയിട്ടാണ് പറയുന്നത്. ഞാൻ പറയുന്നത് എന്നോട് റംഷാദ് നേരത്തെ പറഞ്ഞു എന്തുകൊണ്ട് ഇടതുപക്ഷത്തെ കുറിച്ച് ഇപ്പൊ പറഞ്ഞില്ല എന്ന്. ഇടതുപക്ഷ MP-മാരുടെ കാര്യത്തിൽ ബ്രിട്ടാസൊക്കെ പറഞ്ഞ കാര്യം ശരിയാണ്. എല്ലാവരും ചേർന്ന് ഇവിടെ ഞങ്ങളും നിങ്ങളും എന്നുള്ള വ്യത്യാസത്തോട് കൂടിയിട്ട് മത്സരിക്കുകയല്ല. കർണാടകയിൽ അങ്ങനെ നിന്നു, പക്ഷേ കേരളത്തിൽ അങ്ങനെ നിൽക്കുന്നില്ല അല്ലേ? അതെ, അതാണ് ഇതൊക്കെ ഒരു വലിയ പ്രശ്നമാണ്. കേരളത്തിന് എന്തുകൊണ്ട് കാര്യങ്ങൾ നേടാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് നിൽക്കുന്നില്ല. നമ്മളിപ്പോ ഈ പ്രശ്നത്തിന്റെ പേരിൽ പരസ്പരം പോരാടുന്ന രീതിയിൽ നിങ്ങളും ഞങ്ങളും എന്ന് പറഞ്ഞ് പോരാടുന്നു. അപ്പുറത്ത് പണ്ട് ആട്ടിൻകുട്ടികളുടെ മുട്ടനാടുകളുടെ ഏറ്റുമുട്ടലിൽ നിന്ന് കുറുക്കനെ പോലെ ചോര കുടിക്കാൻ അപ്പുറത്ത് വേറെ ആൾ നിൽക്കുന്നുണ്ട്. അപ്പൊ കൃത്യമായിട്ടും ഈ പരസ്പരമുള്ള പോരാട്ടമല്ല വേണ്ടത്, അവിടെ ശക്തമായ പ്രക്ഷോഭം തന്നെയാണ്. ഈ തിരുവോണ ദിവസം അറസ്റ്റ് വരിക്കാനൊക്കെ ഈ MP-മാർ തയ്യാറാവുന്ന, അവരോടൊപ്പം പോകാൻ കേരളത്തിലെ ജനങ്ങൾ കൂടി ഉണ്ടായാൽ അത്രയും നല്ലതാണ്. കാരണം അതില്ലെങ്കിൽ ഈ നടപ്പാക്കുന്ന കാര്യത്തിൽ നിന്ന് ഇപ്പോൾ തന്നെ എന്തൊക്കെ ഉണ്ടായാലും നടപ്പാക്കുന്നതിൽ നിന്ന് പിന്തിരിയുമോ എന്നുള്ള സംശയം സ്വാഭാവികമാണ്. അത് പക്ഷെ പിന്തിരിപ്പിക്കണമെങ്കിൽ CJP-യുടെ സമരം പോലെ അത് കേന്ദ്ര സർക്കാരിനെ മുട്ടുമടക്കിക്കണമെങ്കിൽ ഒരുമിച്ചുള്ള ശക്തമായിട്ടുള്ള പോരാട്ടം തുടക്കം മുതൽ തന്നെ വേണം. നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് ഓരോന്ന് കൊണ്ടുവരുമ്പോഴേക്കും ഇത് യാഥാർത്ഥ്യമായിട്ട് തീരും. പിന്നീട് ഒരു ഘട്ടത്തിലേക്കും നമുക്ക് പോകാൻ കഴിയില്ല. അത് കോൺഗ്രസിനെ കുറ്റപ്പെടുത്തുന്നതല്ല, കോൺഗ്രസ് MP-മാരെ കുറ്റപ്പെടുത്തുന്നതല്ല. ഇത് വേണ്ടത് നമുക്ക് പലപ്പോഴും കേരളത്തിന് നഷ്ടം സംഭവിക്കുന്നത് ഇത്തരത്തിൽ ഒരുമയോട് കൂടിയിട്ട് പ്രതികരിക്കേണ്ടടുത്ത് ഒരുമിച്ച് നിന്ന് പ്രതികരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. എന്തെല്ലാം കാര്യങ്ങളുടെ നമുക്കറിയാം. തീർച്ചയായും. അപ്പൊ സ്വാഭാവികമായിട്ടും ഓരോ തരത്തിലും കേന്ദ്ര സർക്കാർ തീർച്ചയായും വളരെ കാതലായ കാര്യങ്ങളാണ് ശ്രീ എസ് സജീവൻ സൂചിപ്പിച്ചത്. ശ്രീ P. റംഷാദ്, എനിക്ക് ചില പഴയ കാര്യങ്ങൾ കൂടി ഓർമ്മ വരുന്നത് അത് ഞാൻ ഒരു പ്രതിഷേധത്തിന് പോയതല്ല, ബർത്ത്ഡേ ആണെന്ന് കരുതി അവിടേക്ക് ചെന്നു, അങ്ങനെ പ്രതിഷേധത്തിന് പോയി എന്നൊക്കെ പറഞ്ഞ് പല രാഷ്ട്രീയ സിനാരിയോകൾ ഇപ്പോൾ നമ്മൾ കണ്ടത് ഓർമ്മയില്ല. അപ്പോൾ അങ്ങനെ ഒന്നും നിന്നിട്ട് കാര്യമല്ല. ഇവിടെ താങ്കളെ പ്രകോപിപ്പിക്കാൻ പറഞ്ഞതല്ല, ഇവിടെ നമ്മൾ ഒറ്റക്കെട്ടായി കേരളത്തിൻ്റെ താല്പര്യത്തിന് വേണ്ടി നിൽക്കണം. അങ്ങനെ ഒറ്റക്കെട്ടായി സംയുക്തമായൊരു സമഗ്ര സമരത്തിനാണ് എങ്കിൽ
ഈ ആവശ്യം നേടിയെടുക്കാൻ, കേരളത്തിൻ്റെ പൊതു താല്പര്യം നേടിയെടുക്കാൻ ഇടതുപക്ഷവും തയ്യാറാണെന്ന് അവർ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ ഒരുമിച്ചുള്ള ഒരു പോരാട്ടത്തിന്, ജന്തർ മന്തർ മാതൃകയിലടക്കം ഒരു പോരാട്ടത്തിന്, അല്ലെങ്കിൽ അത്തരം സൂചനകളൊക്കെ നൽകുന്ന ഒരു പോരാട്ടത്തിന് സംയുക്തമായി കോൺഗ്രസ് തയ്യാറാണോ? അതാണ് അവസാനത്തെ ചോദ്യം. ഞാൻ മാധ്യമപ്രവർത്തകനായിട്ടുള്ള ശ്രീ സജീവൻ സാറിൻ്റെ ആത്മാർത്ഥതയെ പൂർണ്ണമായും സ്വാഗതം ചെയ്യുകയാണ്. പക്ഷേ ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് ശ്രീ ജോൺ ബ്രിട്ടാസിൻ്റെ പ്രസ്താവനയാണ്. അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിൽ ആത്മാർത്ഥമായ സമീപനമാണെങ്കിൽ കോൺഗ്രസ് തിരുവോണ നാളിൽ കോൺഗ്രസിൻ്റെ എംപിമാർ, UDFിൻ്റെ എംപിമാർ നടത്താൻ പോകുന്ന സമരത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ടോ ആ സമരത്തെ തിരസ്കരിച്ചുകൊണ്ടോ ഡൽഹിയിലാണ് സമരം നടത്തേണ്ടത് എന്ന് പറയുന്ന പ്രസ്താവനയല്ല വേണ്ടത്. മറിച്ച് തിരുവോണ നാളിൽ നിങ്ങൾ നടത്താൻ പോകുന്ന സമരത്തോടൊപ്പം LDFിന്റെ എംപിമാർ കൂടെ ഉണ്ടാവും, വരും ദിവസങ്ങളിൽ നമുക്ക് ഒന്നിച്ച് ഡൽഹിയിൽ സമരം നടത്താം എന്ന് എന്തുകൊണ്ട് അദ്ദേഹം പറയുന്നില്ല? കൂടുതൽ സമഗ്രമായും സംയുക്തമായുമുള്ള ഒരു സമരത്തിന് ഇടതുപക്ഷം തയ്യാറാണ്. തയ്യാറുണ്ടോ കോൺഗ്രസ് എന്ന ചോദ്യമാണ് ശ്രീ ബ്രിട്ടാസ് ചോദിച്ചത്. അതിന് താങ്കൾക്ക് മറുപടി പറയാം കോൺഗ്രസ് വക്താവെന്നല്ലേ. ഈ രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനത്തിന് പോറലേൽക്കാൻ, ഈ രാജ്യത്തിന്റെ ജനാധിപത്യ മതേതര സ്വഭാവം നിലനിർത്താൻ, ഈ രാജ്യത്തിന്റെ സമത്വം നിലനിർത്താൻ പോരാട്ടം നയിക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്ത് വിയോജിപ്പുണ്ടെങ്കിലും അക്കാര്യത്തിൽ തർക്കമുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസമാണ് CJP സമരത്തിന്റെ ഭാഗമായിട്ട് 200 പെല്ലറ്റ് ആക്രമണം ഏറ്റുവാങ്ങിയ ഒരു വിദ്യാർത്ഥിയുടെ FIR ഇടാത്തതുമായി ബന്ധപ്പെട്ട് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് 5 മണിക്കൂർ സമയം ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി കുത്തിയിരുന്നു കൊണ്ട് FIR ഇടിപ്പിച്ച കാഴ്ച നമ്മൾ കണ്ടതല്ലേ. അപ്പൊ നരേന്ദ്രമോദിക്കെതിരെയും ഈ ഫാസിസ്റ്റ് ഗവൺമെന്റിനെതിരെയും പോരാടുന്ന കാര്യത്തിൽ കോൺഗ്രസിനോ അല്ലെങ്കിൽ UDFിനോ UPAക്കോ ഒന്നും, അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്കോ ഒന്നും അത്തരത്തിൽ ഒരു ഇപ്പോൾ ഇത് പറയാൻ ബുദ്ധിമുട്ടുണ്ടോ? അപ്പൊ അത് തുടർന്നുള്ള ദിവസങ്ങളിൽ ഈ പാലക്കാട് ഇല്ലെന്നേ ഞാൻ പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞത് ഇത് 1ാം ഘട്ട സമരമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. 1ാം ഘട്ട സമരം പ്രഖ്യാപിക്കുമ്പോൾ കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്സവ ദിനത്തിൽ ഒരു സമരം പ്രഖ്യാപിക്കുമ്പോൾ ആ സമരത്തെ നിഷേധിച്ചുകൊണ്ട് അന്നേ ദിവസം തന്നെ, അല്ലെങ്കിൽ നാളെ തന്നെ സമഗ്രമാകണമെന്ന് പറയുന്നത് നിഷേധമാണോ? ഇപ്പോൾ പല പ്രേക്ഷകരും പറയുന്നു മോദിയെ പേടിയാണ്, അവിടെ പോയി എന്താണ് സമരം ചെയ്താൽ മോദി പിടിച്ച് ജയിലിലിടും എന്നൊക്കെയാണ് പല പ്രേക്ഷകരും കമന്റുകളായി പോലും വരുന്നത്. പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞുള്ളൂ. അല്ല, പ്രേക്ഷകരുടെ കമന്റ് ഒക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ പറയുന്നത് കേരളത്തിന്റെ പൊതുസമൂഹം എന്ന് പറയുന്ന സമഗ്രമാണ്, സമൃദ്ധമാണ്. വളരെ ജനാധിപത്യപരമായി തന്നെയാണ് തിരുവോണ നാളിൽ UDFിന്റെ എംപിമാർക്കൊപ്പം ചേരട്ടെ. ശരി ശരി, ഓക്കെ. ശ്രീ A. സമ്പത്ത്, ചർച്ച അവസാനിപ്പിക്കുകയാണ്. ഇനി മിനിറ്റ് മാത്രം ബാക്കി. ഒറ്റക്കാര്യം, എൻ്റെ ഉപ്പുപ്പാക്കൊരു ആനയുണ്ടായിരുന്നു എന്ന ബഷീറിൻ്റെ ആ പഴയ തഴമ്പ് പറച്ചിലാണ് കോൺഗ്രസ് ഇപ്പോഴും പറയുന്നത്. കോൺഗ്രസ് ഇനിയും അത്തരത്തിലൊരു സമരത്തിലേക്ക് വരാൻ തയ്യാറാണ്. പക്ഷേ ഇപ്പോൾ അതേ സംബന്ധിച്ചൊരു പ്രഖ്യാപനമില്ല. ഇവരുടെ ഇപ്പോഴത്തെ പ്രതിഷേധത്തിൽ എന്തുകൊണ്ട് ഇടതുപക്ഷം ഭാഗഭാക്കാകുന്നില്ല എന്ന ചോദ്യമാണ് അദ്ദേഹത്തിന്. ബാക്കി ഒരു മറുപടി അദ്ദേഹത്തിന് കൊടുക്കാം. ശ്രീ സമ്പത്ത്, ഈ യൂണിയൻ ഗവൺമെൻറ് പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാന സർക്കാരുകളോട് അവലംബിക്കുന്ന നിഷേധാത്മകമായ നയം അവരെ ഭരണപരമായും സാമ്പത്തികമായും രാഷ്ട്രീയമായ വേട്ടയാടലുണ്ട്. അതല്ലാതെ ഇത്ര പലപ്പോഴും സാമ്പത്തികമായി ഞെരുക്കുന്നതിനെതിരായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അടക്കം മന്ത്രിമാരുൾപ്പെടെ ഇവിടെ നിന്ന് പാർലമെൻറ്റ് അംഗങ്ങളും MLAമാരും ഉൾപ്പെടെ ഡൽഹിയിൽ ഒരു ദിവസം സത്യാഗ്രഹം ഇരുന്ന് നമ്മൾ ഓർക്കുന്നുണ്ടാവും. അതെ. അപ്പോൾ മറ്റ് പല സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാരുടെ സന്ദേശം വായിച്ചു. ഡൽഹിയിലെ മുഖ്യമന്ത്രി ആയിരുന്ന, അപ്പോൾ മുഖ്യമന്ത്രിയാണ് ശ്രീ കേജ്രിവാൾ അടക്കം അതിൽ പങ്കെടുത്തു. അങ്ങനെ പല കാര്യങ്ങളും അവിടെ അതിനെ വാസ്തവത്തിൽ UDF പരിഹസിക്കാനും ആക്ഷേപിക്കാനും തയ്യാറായി. എന്നാൽ കോൺഗ്രസ് തന്നെ അധികാരത്തിലുള്ള കർണാടക സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും അടക്കം ഡൽഹിയിൽ ഇതുപോലെ നടത്തിയിരുന്നു എന്ന കാര്യം മറന്നു പോകരുത്. സുപ്രീം കോടതിയിൽ കേസ് കേരളം മാത്രമല്ല നൽകിയിരുന്നത്. സുപ്രീം കോടതിയിൽ പഞ്ചാബിലെ സംസ്ഥാന സർക്കാർ, കർണാടക സംസ്ഥാന സർക്കാർ, അന്നത്തെ മമതാ ബാനർജിയുടെ പശ്ചിമ ബംഗാളിലെ സർക്കാർ അടക്കം സുപ്രീം കോടതിയിൽ ഈ യൂണിയൻ ഗവൺമെൻറ്റുമായിട്ടുള്ള തർക്കത്തെ സംബന്ധിച്ചുള്ള കേസുകൾ, ഹർജികൾ, അങ്ങനെ പലതും. അപ്പം നമ്മൾ ഈ കാര്യത്തിൽ പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഡൽഹി കേന്ദ്രീകരിച്ചാണ് നമ്മുടെ ഇന്ത്യയിലെ എല്ലാ പാർലമെൻറ്റ് അംഗങ്ങളുടെയും പ്രവർത്തനം നടക്കേണ്ടത്. അവരുടേതായിട്ടുള്ള പ്രവർത്തനം എന്നത് ഡൽഹി കേന്ദ്രീകരിച്ചാണ് നടക്കേണ്ടത്. മണ്ഡലങ്ങളിൽ പോകണം, മറ്റു കാര്യങ്ങളിൽ പങ്കെടുക്കണം, അതൊക്കെ ശരി തന്നെയാണ്. ഈ ഒന്ന് കൂട്ടായി ആലോചിക്കാനായി തയ്യാറായാൽ, ഇതിപ്പോൾ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്, ഞാനെല്ലാ CPMൻ്റെ അഭിപ്രായമൊന്നുമല്ല പറഞ്ഞത്.
അത്തരത്തിൽ ഈ കേരളത്തിലെ LDF UDF രാഷ്ട്രീയ നേതൃത്വം സംസാരിച്ച് ഈ കാര്യങ്ങൾ തീരുമാനിച്ച എല്ലാ MP മാരും ഡൽഹിയിൽ അത്തരത്തിൽ പ്രക്ഷോഭവും, കേരളത്തിൽ നിന്നുള്ള എല്ലാ MLA മാരും ഈ പാലക്കാട് അത്തരത്തിൽ നമ്മുടെ നാട്ടിലാണല്ലോ, അങ്ങനെ MLA മാർ അവിടെ പ്രക്ഷോഭവും, എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും രാഷ്ട്രീയ കക്ഷികൾ ഈ വിഷയം ഏറ്റെടുത്തുകൊണ്ട് അത്തരത്തിൽ ഭവന സന്ദർശനമോ അല്ല അത്തരത്തിൽ പൊതുയോഗങ്ങളോ ഒക്കെയായി അത്തരത്തിൽ എന്തുകൊണ്ട് പോയിക്കൂടാ? ഓർമ്മയില്ലേ, നമ്മൾ ഈ പൗരത്വ നിയമ ഭേദഗതിക്കെതിരായി തിരുവനന്തപുരത്തെ രക്തസാക്ഷി മണ്ഡപത്തിൻ്റെ മുന്നിലാണല്ലോ അത്തരത്തിൽ LDF-ൻ്റെയും UDF-ൻ്റെയും എല്ലാ അതിർവരമ്പുകളും ഭേദിച്ചുകൊണ്ട് അത്തരത്തിൽ നമ്മുടെ പ്രക്ഷോഭങ്ങൾക്ക് നാന്ദി കുറിച്ചത്. പിന്നീട് അന്ന് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് അതിനെ വിലക്കിയെങ്കിൽ പോലും ഇന്നത്തെ മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ, അന്ന് അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ അദ്ദേഹം അടക്കം അതിൽ പങ്കെടുക്കുകയും അതിൽ പ്രസംഗിക്കുകയും ചെയ്തതാണ്. വിവിധ രാഷ്ട്രീയ കക്ഷികൾ ഒരുമിച്ച് ചേർന്നതാണല്ലോ. ആ വിഷയങ്ങൾ അത്തരത്തിൽ ഉണ്ടാകുമ്പോൾ നാം ഒരുമിച്ച് നിന്നുകൊണ്ട് നമ്മുടെ രാഷ്ട്രീയം ആ കാര്യങ്ങൾക്കൊരു തടസ്സമാകരുത്. രാഷ്ട്രീയം ഇക്കാര്യങ്ങളിൽ ജനങ്ങളെ കൂട്ടിയോജിപ്പിക്കാനുള്ള ഒരു വെഹിക്കിളായി മാറ്റുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതായിരിക്കട്ടെ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായും. കാരണം ഈ ഇന്ത്യയെ യോജിപ്പിക്കുന്ന ഞരമ്പുകളാണ് റെയിൽവേ എന്നാണ് നമ്മൾ പറയുന്നത്. അക്ഷരാർത്ഥത്തിൽ ഒരു തരത്തിന് ശരിയാണ്. പക്ഷേ ആ ഇന്ത്യയെ അഭിമാനത്തോടെ കാണുമ്പോൾ തന്നെ കേരളമെന്ന് കേട്ടാൽ തിളക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ എന്ന് പറഞ്ഞ കവിയുടെ നാട് കൂടിയാണ്. ആ അർത്ഥത്തിൽ നമുക്ക് യോജിച്ച് കേരളത്തിൻ്റെ അവഗണനകൾക്കെതിരായി പോരാടാം. ഇതാണ് ചർച്ചയെ ക്രോഡീകരിക്കുമ്പോൾ മുമ്പോട്ട് വെക്കാനുള്ളത്. ചർച്ചയിൽ പങ്കെടുത്തവർക്കൊക്കെ നന്ദി. ന്യൂസ് ആൻഡ് ഇവിടെ പൂർണ്ണമാകുന്നു.